സ്ത്രീ ശാക്തീകരണത്തിൽ കേരളം ലോകത്തിന് കാട്ടിയ മാതൃകയാണ് കുടുംബശ്രീ പ്രസ്ഥാനം. കാൽ നൂറ്റാണ്ടിനിടെ ആ പ്രസ്ഥാനം കേരളത്തിലുണ്ടാക്കിയ സാമൂഹ്യ മാറ്റങ്ങൾ അതിശയിപ്പിക്കുന്നതാണ്. വികസിത രാജ്യങ്ങൾക്ക് തുല്യമായ ഒരു ജീവിത നിലവാരം കേരളത്തിൽ എത്തിക്കുന്നതിൽ കുടുംബശ്രീ പ്രസ്ഥാനം നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. 1998 നായനാർ സർക്കാരിൻ്റെ കാലത്താണ് കുടുംബശ്രീയുടെ തുടക്കം. പിന്നീട് ഇങ്ങോട്ട് കുടുംബശ്രീക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. വളരെ പരിമിതമായ ഒരു ചുറ്റുപാടിൽ നിന്നാണ് കുടുംബശ്രീ തുടങ്ങിയത്. ഇന്ന് കോടികൾ കൈകാര്യം ചെയ്യുന്ന ഒരു വലിയ പ്രസ്ഥാനമായി കുടുംബശ്രീ മാറി. ജനങ്ങളുടെ തോഴനായി, നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ സ്ത്രീകളുടെ ഉറ്റ ചങ്ങാതിയായി കുടുംബശ്രീ മാറി. ഈ വളർച്ചയ്ക്ക് പിന്നിൽ ഒട്ടേറെ ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിൻ്റെ കൂട്ടായ്മ തന്നെയാണ്. അതിനൊപ്പം സർക്കാരിൻ്റെ കരുതലും, എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറായി ഒരു കൂട്ടം ഉദ്യോഗസ്ഥരും നിന്നപ്പോഴാണ് കുടുംബശ്രീ ഉദിച്ചത്. ഇന്ന് പലവിധ ബിസിനസ് മേഖലയിലടക്കം കുടുംബശ്രീ ഉണ്ട്. നമ്മൾ ആരും ചിന്തിക്കാത്ത മേഖലയിലേക്ക് ആ പ്രസ്ഥാനം വളരുകയാണ്. എങ്ങനെ ഈ പ്രസ്ഥാനം വളർന്നു എന്നത് ഇന്നും കേരളം ചർച്ച ചെയ്യുന്നുണ്ട്. കുടുംബശ്രീ എന്നത് അറിയാത്ത ഒരാൾ പോലും ഉണ്ടാകില്ല. പക്ഷേ എങ്ങനെയാണ് ആ പ്രസ്ഥാനം വളർന്നത്, എങ്ങനെയാണ് ആ പ്രസ്ഥാനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. കുടുംബശ്രീ കുതിക്കുകയാണ്. ആ കുതിപ്പിനൊപ്പമാണ് കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഈ ആഴ്ച. നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ MV ജയനാണ്. കണ്ണൂരിലും കുടുംബശ്രീയുടെ ബൃഹത്തായ നിരവധി പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതിനൊക്കെ ചുക്കാൻ പിടിച്ച് നമ്മുടെ നാട്ടിലെ ഈ സ്ത്രീ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെ പ്രതിനിധി. എല്ലാ പ്രേക്ഷകർക്കും BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിലേക്ക് ഹൃദ്യമായ സ്വാഗതം ശ്രീ MV ജയൻ. നമസ്കാരം. നമ്മൾ കുടുംബശ്രീ എന്നത് നമ്മുടെയൊക്കെ മലയാളികളുടെ ഒക്കെ ഒരു സ്വകാര്യ അഹങ്കാരം. സ്ത്രീകളുടെ മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പുരുഷന്മാരടക്കം കുടുംബശ്രീ ഒരു വലിയ ആശ്ചര്യത്തോടു കൂടിയാണ് നോക്കുന്നത്. കുടുംബശ്രീ എന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്താണ് കുടുംബശ്രീയുടെ ഒരു ഘടന, അതിൻ്റെ പ്രവർത്തനം എങ്ങനെ എന്നതുകൂടി അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. തീർച്ചയായിട്ടും. നേരത്തെ ഇവിടെ ആമുഖമായിട്ട് പറഞ്ഞത് 1998 കേവലം സ്ത്രീ ശാക്തീകരണം, ദാരിദ്ര്യ ലഘൂകരണം 2 ലക്ഷ്യമിട്ടുകൊണ്ടാണ് കുടുംബശ്രീ അന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇന്ന് കേരളീയ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ കൂട്ടായ്മയായി, നേരത്തെ പറഞ്ഞ് കോടികൾ കൈകാര്യം ചെയ്യുന്ന ഇന്ന് 80,000 കോടി രൂപ ഒരു ഈടും ഇല്ലാതെ കുടുംബശ്രീകളുടെ കൈകളിലേക്ക് എത്തിക്കാൻ ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ ബാങ്കുകൾ, സഹകരണ സ്ഥാപനങ്ങൾ ഒക്കെ മത്സരിക്കുന്ന വലിയ ഒരു അത്ഭുതകരമായ, ആശ്ചര്യകരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ ഇത്രയും വലിയ തുക കൈകാര്യം ചെയ്യാൻ ഒരു അക്കൗണ്ടൻറ്റ് അല്ല, അങ്ങനെ അക്കൗണ്ടിങ് പ്രാക്ടീസ് ഉള്ളവരല്ല, സാധാരണ വീട്ടമ്മമാർ, ചെറിയ വിദ്യാഭ്യാസമുള്ള വീട്ടമ്മമാരും എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ അങ്ങനെ വലിയ ഒരു മുന്നേറ്റമാണ് ഇന്ന് സാധ്യമാക്കിയെടുത്തിരിക്കുന്നത്. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബം എന്ന് നമ്മൾ പറയും. ആ ഓരോ കുടുംബത്തിലും ഇന്ന് ഐശ്വര്യം നിറയ്ക്കുന്ന, ശ്രീ എന്നാൽ ഐശ്വര്യമാണ് അല്ലേ, അപ്പോൾ ഐശ്വര്യം നിറയ്ക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഇന്ന് കുടുംബശ്രീ മാറിയിരിക്കുന്നു. കേരളത്തിൻ്റെ ഒരു വിശ്വാസം, നാളെ മലയാളത്തിൻ്റെ നിഘണ്ടു ഒന്ന് മാറ്റി എഴുതിയാൽ ഒരു പക്ഷേ വിശ്വാസത്തിൻ്റെ പര്യായപദമായി ഒന്നാമത് അലങ്കരിക്കുന്നത് കുടുംബശ്രീ എന്ന നാമധേയമാകുന്നതൊരു സംശയവും അക്കാര്യത്തിൽ. ആ നിലയിലേക്ക് കുടുംബശ്രീ ഇന്ന് എന്ത് കാര്യം ഏൽപ്പിക്കുന്നത് ആദ്യം ഭരണാധികാരികളുടെ മുമ്പിൽ കുടുംബശ്രീ എന്ന പേരാണ് വരുന്നത്. ഇപ്പോൾ അവസാനം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിവറേജസ് കോർപ്പറേഷൻ്റെ കാലിക്കുപ്പികൾ തിരിച്ചു വാങ്ങുന്ന മാലിന്യമുക്ത കേരളം സാധ്യമാക്കുന്നതിൻ്റെ നടപടിയുടെ ഭാഗമായിട്ട് ഒരു പ്ലാസ്റ്റിക്, കാരണം നമുക്കറിയാം അലക്ഷ്യമായി വലിച്ചെറിയുന്നത് നമ്മുടെ ജലാശയങ്ങളിലേക്കും നമ്മുടെ പൊതു ഇടങ്ങളിലേക്കും അത് വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുമ്പോഴാണ് ബെബ്കോ അങ്ങനൊരു ആശയം കൊണ്ടുവന്നത്. അതുവഴി 286 ഔട്ട്ലെറ്റുകളിൽ നിന്ന്
ഇത് ശേഖരിക്കുന്ന ഒരു പ്രവർത്തനം അതും കുടുംബശ്രീ ഏൽപ്പിക്കാൻ വേണ്ടി അതിൻ്റെ പൈലറ്റ് എന്നുള്ള രീതിയിൽ കണ്ണൂർ അതുപോലെ തിരുവനന്തപുരം ജില്ലകളിലാണ് 10 ഔട്ട്ലെറ്റുകളെടുത്ത് കുടുംബശ്രീയുടെ ആളുകളെ നിയമിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് വിവാദങ്ങളൊക്കെ നിങ്ങളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഒരുപക്ഷേ എന്നല്ല 100% അത് വിജയിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനി കുടുംബശ്രീ ഇന്ന് 11 മേഖലകളിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെ സംഘടനാ സംവിധാനം, അതുപോലെ സാമ്പത്തിക ഉൾച്ചേർക്കൽ, മൈക്രോ സംരംഭങ്ങൾ, മാർക്കറ്റിംഗ് ഡിവിഷൻസ്, അതുപോലെ തന്നെ സ്പെഷ്യൽ വില്ലേജ് എൻ്റർപ്രണർഷിപ്പ് പ്രോഗ്രാം പോലെയുള്ള SVEP പോലെയുള്ള പ്രോഗ്രാമുകൾ, വൈജ്ഞാനിക സമ്പദ് മേഖല. നമുക്കറിയാമല്ലോ കേരളത്തിലെ ഏറ്റവും വലിയ സാധ്യത ഇനിയുള്ളത് ടൂറിസം, അതുപോലെ നമ്മൾ അങ്ങനെ കാണുന്ന മേഖലയിൽ IT ടൂറിസം പോലെയുള്ള കേരളത്തെ പോലുള്ള സ്ഥലത്ത് ഇനി ഏറ്റവും വലുത് വൈജ്ഞാനിക സമ്പദ് മേഖലയുടെ വികാസമാണ്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലൊക്കെ നമ്മൾ നടത്തിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ലോകം ഇന്ന് കേരളത്തെ ഒരു റിക്രൂട്ടിംഗ് ഹബ്ബ് എന്ന രീതിയിൽ കാണുകയാണ്. അത് മറ്റെവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. ഇത്രയും അച്ചടക്കമുള്ള, ഇത്രയും സാങ്കേതിക തികവുള്ള ഒരു തൊഴിലാളിയെ അതെവിടെ കാണുന്നത് കേരളത്തിലാണ്. അതുകൊണ്ടാണ് കേരളത്തെ അപ്പോൾ അത് നമ്മുടെ ഒരു അനന്തമായ സാധ്യതകളാണ് നമുക്ക് തുറന്നു കിട്ടുന്നത്. ഇപ്പോൾ ഇന്ന് രാവിലത്തെ പത്രത്തിലുണ്ട്, നമ്മൾ പറയും ഇവിടുന്ന് ഉള്ള ചെറുപ്പക്കാരെല്ലാം മൈഗ്രേറ്റ് ചെയ്യപ്പെടുകയാണെന്ന്. എന്നാൽ ഇപ്പോൾ അടുത്ത കാലത്ത് കാണുന്ന ഒരു റിവേഴ്സ് മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ P. രാജീവ് ഇന്നലെ നിയമസഭയിൽ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ വർഷം 40,000 ആളുകൾ റിവേഴ്സ് മൈഗ്രേഷൻ എന്നാൽ തൊഴിൽ നഷ്ടപ്പെട്ടല്ല. കേരളത്തിൽ നമ്മൾ IT മേഖലയിൽ അടക്കം നമ്മൾ നടത്തിയ വ്യവസായ മേഖലയിൽ നമുക്ക് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ ഇന്ത്യയിൽ 1ാമതായി. അതാണ്ട് 9 വർഷങ്ങൾക്ക് മുമ്പ് 28ാം സ്ഥാനത്തായിരുന്നു. 29ൽ 28ാം സ്ഥാനത്ത് നിന്നതിനെയാണ് നമ്മൾ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്നത് 1ാം സ്ഥാനത്തേക്ക്. വ്യവസായ രംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കിയതിൽ 1ാം സ്ഥാനത്ത് കേരളത്തെത്തി. അപ്പം അതെല്ലാം കാണിക്കുന്നത് വരും കാലങ്ങളിൽ കേരളത്തിലെ സാങ്കേതികതയുള്ള ചെറുപ്പക്കാർക്കും അതും ഹൈപ്പർ ലോക്കൽ ലെവലിൽ നമുക്കിവിടെ അനന്തമായ സാധ്യതകൾ തെളിയിച്ചു കൊണ്ടിരിക്കും. ഇപ്പം ഞങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം ബഹുമാനപ്പെട്ട തോമസ് ഐസക് സാറിൻ്റെ നേതൃത്വത്തിൽ വിജ്ഞാന കേരളം എന്നുള്ളൊരു ഇതിന് രൂപം നൽകിക്കൊണ്ട് ഈ ഒരു ക്യാപ്ഷൻ കൊടുത്തിരുന്നു. ഓണത്തിന് 1 ലക്ഷം തൊഴിൽ എല്ലാ ജില്ലയ്ക്കും ഡിവിഷൻ. കണ്ണൂർ ജില്ലയിൽ 15,000 തൊഴിൽ കണ്ടെത്താനാണ്. അത് ഞങ്ങൾ വളരെ പെട്ടെന്ന് കണ്ടെത്തി. കാരണം ലോക്കലും ഹൈപ്പർ ലോക്കൽ ലെവലിൽ നമുക്ക് അനന്തമായ നമുക്കറിയാലോ ഇന്ന് കേരളത്തിൽ എന്ന് പറഞ്ഞാൽ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ഒരു ഗൾഫ് എന്ന രീതിയിലാണ് കേരളം അറിയപ്പെടുന്നത്. ഇവിടെ തൊഴിലില്ലാഞ്ഞിട്ടല്ല, പക്ഷെ നമ്മുടെ കേരളത്തിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇത്തരം തൊഴിലിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു വൈമുഖ്യം എന്തോ ഇവിടെയുണ്ട്. ഒരു മൈൻഡ് സെറ്റ് ആവശ്യമുണ്ട് ശരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ കരിക്കുലം സിസ്റ്റത്തിൽ മാറ്റം വരണം. കാരണം നമ്മളിപ്പം പണ്ടൊക്കെ നമ്മൾ A+B² നമ്മളിങ്ങനെ വല്ലാതെ ഇങ്ങനെ കാണാതെ പഠിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിൻ്റെ കാലം മാറി. കാരണം ഇന്നെല്ലാം ഫിംഗർ ടിപ്പിൽ ഒരു ചാറ്റ് GPTയോ അല്ലെങ്കിൽ ഇതിനോ നമുക്ക് അതൊക്കെ ഉണ്ട്. അതൊന്നും നമ്മുടെ തലയിൽ കുത്തിക്കയറ്റി വെക്കണമെന്ന് ഇനിയിപ്പോൾ പഴയ പോലെ വേണ്ട. കാരണം നമുക്ക് ഇപ്പോൾ ഏത് വിഷയവും നമുക്കത്. അപ്പോൾ അത്രയും ഇതും കൂടി നമുക്ക് ഒരു സംരംഭത്തിലേക്ക് നമുക്ക് അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു മേഖലയിലേക്ക് ഡൈവേർട്ട് ചെയ്യപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായവും തീർച്ചയായിട്ടും നമ്മൾ കെട്ടിപ്പടുക്കണം. കാരണം നമുക്ക് ചൈന പോലത്തെ രാജ്യങ്ങളിലേക്ക് എടുത്തു നോക്കാം. കാരണം അവിടെയൊക്കെ ജനിച്ച് വീഴുമ്പോഴേക്കും അവരൊരു സംരംഭകനാകാൻ വേണ്ടിയുള്ള പ്രാക്ടീസുകളാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഓരോ കുടുംബങ്ങളും അവർ ഫാക്ടറികളാക്കി മാറ്റി. ഒരു കുടുംബത്തോടൊപ്പം തന്നെ ഒരു ഫാക്ടറി അവിടെ ഡെവലപ്പ് ചെയ്യാണ്. അതിൻ്റെ ഒരു വീഡിയോ, ഒരു 70 വയസ്സുള്ള ഒരു അമ്മുമ്മ കപ്പാസിറ്ററൊക്കെ എടുത്ത് ഇതാക്കുന്നൊക്കെ വീഡിയോകളാണ്. അത്ഭുതങ്ങൾ. അവിടെ അങ്ങനെ ആക്കുമ്പോൾ നമുക്ക് കേരളത്തിൽ എന്ത് സാധ്യതകളുണ്ട്. അപ്പോൾ കേരളത്തിലെ ഒരു വീട്ടിൽ ഒരു സംരംഭം എന്ന രീതിയിൽ അത് ഏത് തരത്തിലാണ്, കാർഷിക മേഖലയിലായിക്കോട്ടെ, കാർഷികേതര മേഖല ആയിക്കോട്ടെ, MSME മേഖലയിലായിക്കോട്ടെ, അല്ലെങ്കിൽ വൻകിട ഏത് തരത്തിലാണെങ്കിലും ഒരു കുടുംബത്തിൽ ഒരു സംരംഭം എന്ന രീതിയിലാണ് കുടുംബശ്രീ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. ആ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. എങ്ങനെയാണ് ഈ കുടുംബശ്രീയുടെ ഈ അയൽക്കൂട്ടങ്ങൾ ഞായറാഴ്ചയൊക്കെ സ്ത്രീകളൊക്കെ എങ്ങനെ വീടുകളിൽ നിന്ന് പോയി ഒരു വീട്ടിൽ കേന്ദ്രീകരിക്കുന്നു? അത്തരം പ്രവർത്തനങ്ങളൊക്കെയാണ്. അതൊക്കെ ഒരുപക്ഷെ സ്ത്രീകൾക്ക് മാത്രമേ അറിയുമായിരിക്കുള്ളൂ. എന്താണത്? അത് കുടുംബശ്രീയുടെ സംവിധാനം വളരെ മികച്ച രീതിയിൽ തന്നെയാണ് അതിനെ കെട്ടിപ്പിടിക്കുക. വളരെ ദീർഘവീക്ഷണപരമായിട്ടാണ്. അടുത്തടുത്തുള്ള സ്ത്രീകളെല്ലാം കൂടെ ഒരു ദിവസം ഒന്നിച്ചു ചേരുന്നു. അവരുടെ വികാരങ്ങളും അവരുടെ ആവശ്യങ്ങളും ഒക്കെ അവർ സാമ്പത്തിക ആവശ്യങ്ങളായിക്കോട്ടെ അല്ലാത്ത ആവശ്യങ്ങളായിക്കോട്ടെ അതൊക്കെ അവിടെ ചർച്ച ചെയ്യുമ്പോൾ അത് അയൽക്കൂട്ടങ്ങൾ എന്ന് തന്നെ പേരിട്ടിരിക്കുന്നത്. നൈബർഹുഡ് ഗ്രൂപ്പ്സ് എന്നാണ് NHG അയൽക്കൂട്ടം. നമ്മൾ മറ്റ് കേരളത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് SHGകളാണ്. അയൽക്കൂട്ടങ്ങൾ എന്നല്ല പേര്, സ്വയം സഹായ സംഘങ്ങളെന്നാണ്. പക്ഷേ കേരളത്തിൽ അതിന് മാറ്റം വരുത്തി അയൽക്കൂട്ടങ്ങൾ എന്നുള്ള പേരിട്ടു. അപ്പം 3 ത്രിതല സംവിധാനമാണ്, 3 ടയർ സിസ്റ്റമാണ്. അതിൽ
ഏറ്റവും താഴെ NHG നെയ്ബർഹുഡ് ഗ്രൂപ്പ്സ്, അതിൻ്റെ താഴെ നമ്മുടെ പഞ്ചായത്ത് വാർഡ് തലത്തിൽ ADSകൾ ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി, അതിൻ്റെ ടോപ്പ് അപ്പെക്സ് ബോഡിയായിട്ട് CDS കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. ഇങ്ങനെയാണ്. ഇപ്പോൾ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് നമുക്ക് 71 ഗ്രാമപഞ്ചായത്തുകൾ ഗ്രാമ CDSകളും 9 മുനിസിപ്പാലിറ്റി CDSകളും 1 കോർപ്പറേഷൻ CDSും അങ്ങനെ 81 CDSകളും അതിൽ 1543 വാർഡുകളിലായിട്ട് ADS സംവിധാനങ്ങളും അതിന് താഴെ നമുക്ക് അയൽക്കൂട്ടങ്ങളാണ്. 20,990 നിലവിലുള്ള അയൽക്കൂട്ട അംഗങ്ങളുടെ എണ്ണം. അതിൽ ഏകദേശം 3,25,000 കുടുംബങ്ങളാണ്. അവിടെ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് അംഗത്വം പറ്റുള്ളൂ. 3 ലക്ഷം കുടുംബങ്ങൾ ഇതിലുണ്ട്, അംഗത്വമുണ്ട്. 3,25,000 കുടുംബങ്ങളുണ്ട് ഇതിൽ അംഗത്വമുണ്ട്. അപ്പോൾ ഒരു കുടുംബത്തിൽ ഒരാൾക്കേ പറ്റൂ, ഒരു കുടുംബത്തിൽ ഒരാൾക്കേ പറ്റുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ എല്ലാവരും ഇതിൻ്റെ ഭാഗമായി മാറുകയാണ് ആകും. അപ്പം ഞങ്ങളിപ്പോൾ പുതിയ എന്താ പറയുക, ഇപ്പം നമ്മളിപ്പോൾ ഏതാണ്ട് 27 വർഷം കഴിഞ്ഞു. ഈ 27 വർഷം എടുത്ത് നോക്കുമ്പോൾ കുടുംബശ്രീയുടെ ആവറേജ് ഏജ് നോക്കുമ്പോൾ ഏതാണ്ട് 62 എന്ന് പറഞ്ഞാൽ കുടുംബശ്രീക്കും പ്രായമാകുകയാണ്. അത് യങ്ങർ ജനറേഷൻ കൂടെ കൊണ്ടുവരണമെങ്കിൽ നിലവിലുള്ള സിസ്റ്റത്തിൽ ഒരാൾക്കല്ലേ പറ്റുള്ളൂ. അയാൾ മരണപ്പെടുകയോ അയാൾ രാജിവെക്കുകയോ ഒക്കെ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അത് അത്ര എളുപ്പമല്ല. കാരണം ഒരു ഇൻക്ലൂഷൻ്റെ ഭാഗമായി, സാമൂഹിക ഇൻക്ലൂഷൻ, സോഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പുതിയൊരു സിസ്റ്റം, അതായത് ഓക്സിലറി ഗ്രൂപ്പ് ബൈലോ ഭേദഗതിയൊക്കെ അതിനനുസരിച്ച് വരുന്നു. അതായത് 18 വയസ്സിനും 40 വയസ്സിനും ഇടയ്ക്കുള്ള യുവതികളെ ചേർത്തുകൊണ്ട് CDS തലത്തിൽ രൂപീകരിക്കുന്ന ഗ്രൂപ്പുകൾക്കാണ് ഓക്സിലറി ഗ്രൂപ്പ്. അവർക്ക് ആവശ്യമായ പിന്തുണ സംവിധാനങ്ങൾ. അപ്പോൾ അവിടെ നമ്മൾ പ്രൊഫഷണൽ അയൽക്കൂട്ടങ്ങൾ, ഇപ്പം പ്രൊഫഷണൽസ് നല്ല ഒരുപാട് കാഴ്ചപ്പാടുള്ളവരുണ്ട്. അപ്പോൾ അവർക്ക് ഒന്നിച്ചു ചേരാനും അവരുടെ പുതിയ ആശയങ്ങൾ, നൂതന ആശയങ്ങൾ ആവിഷ്കരിക്കാനും അത് നടപ്പിലാക്കാനും അതിനാവശ്യമായ പിന്തുണ സംവിധാനങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ ആലോചിക്കുന്നത് പ്രൊഫഷണൽ അയൽക്കൂട്ടങ്ങൾ CDS തലത്തിൽ രൂപീകരിക്കുക. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ഭിന്നശേഷിക്കാർ അതുപോലെ വയോജനങ്ങളെ അവരെ പ്രത്യേകമായിട്ട് സ്പെഷ്യൽ അയൽക്കൂട്ടങ്ങളായിട്ടും CDSൽ ഇങ്ങനൊരു പ്രോഗ്രാമുകൾ ഞങ്ങൾ സംഘടിപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഇതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ 46 ലക്ഷമാണ് നമ്മൾക്ക് സംസ്ഥാനത്ത് അയൽക്കൂട്ടങ്ങളുടെ എണ്ണം നിലവിലുള്ളത്. അത് 50 ലക്ഷം 50+ എന്ന് പറയുന്നത് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വരികയാണ്. വളരെ പെട്ടെന്ന് തന്നെ അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഈ കുടുംബശ്രീയുടെ ഈ സംവിധാനങ്ങളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഓരോരോ സംരംഭങ്ങൾ തുടങ്ങുന്നുണ്ടല്ലോ, എന്താണ് അതിൻ്റെ ഘടന, എങ്ങനെയാണ് നമുക്കൊരു സംരംഭം തുടങ്ങാൻ കഴിയുക? തീർച്ചയായിട്ടും സംരംഭങ്ങൾ തുടങ്ങാൻ നമുക്ക് വായ്പാ സംവിധാനങ്ങളാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് വിവിധ തരം വായ്പാ പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. ഒന്ന് പ്രധാനമായിട്ട് ലിങ്കേജ് ലോണുകളാണ്. ഒരു അയൽക്കൂട്ടത്തിന് മാക്സിമം 10 മുതൽ 20 പേരാണ്, മിനിമം 10 പേര് വേണം, മാക്സിമം 20 പേരടങ്ങുന്ന അവർക്ക് ഒരു പൊതുമേഖലാ ബാങ്കിൽ യാതൊരുവിധ ഈടുമില്ലാതെ സഹകരണ ബാങ്കുകൾ അവർ മത്സരിച്ച് നിൽക്കുന്നു. 20 ലക്ഷം രൂപ അവർക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ നൽകും. ഇനി അത് ഏത് തരത്തിലുള്ള സംരംഭങ്ങളും, കാർഷിക മേഖലയിൽ പ്രത്യേകമാണെങ്കിൽ അവിടെ വീണ്ടും അവർക്ക് ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ, അയൽക്കൂട്ടങ്ങൾക്കുള്ളിൽ അവർ ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ രൂപീകരിച്ചുകൊണ്ട് അവർക്ക് JLG വായ്പകൾ കുറഞ്ഞ പലിശയ്ക്ക് അവർക്ക് നൽകി വരുന്നുണ്ട്. അതിന് പ്രത്യേകമായ സബ്സിഡിയും നൽകുന്നുണ്ട്. JLG വായ്പകൾക്കും ലിങ്കേജ് വായ്പകൾക്കും നമ്മൾ സബ്സിഡി നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് അയൽക്കൂട്ടങ്ങളുടെയും ADSകളുടെയും CDSകളുടെയും ശാക്തീകരണത്തിന് വേണ്ടി RF ഫണ്ട്, റിവോൾവിംഗ് ഫണ്ടുകൾ, വൾണറബിലിറ്റി റിവോൾവിംഗ് ഫണ്ടുകൾ, അതുപോലെ തന്നെ CIF കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകൾ, ഇങ്ങനെയുള്ള ഫണ്ടുകളൊക്കെ നൽകി വരുന്നുണ്ട്. ഈ ഫണ്ടുകളെല്ലാം സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഉപയോഗപ്പെടുത്തുന്നത്. നമുക്ക് പൊതുവായിട്ടെന്ന് പറയുന്നത് 81 CDSകളായിട്ട് ഇപ്പം ഏതാണ്ട് 8587 സംരംഭങ്ങളാണ് കണ്ണൂരിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അത് ഫുഡ് ബിസിനസ്സിൽ ഉണ്ട്, വസ്ത്ര വിപണിയിൽ, അതുപോലെ റെഡിമെയ്ഡ് വ്യാപാരങ്ങൾ, കറി പൗഡർ, ഇപ്പം ലോക നിലവാരത്തിലേക്കുള്ള ബ്രാൻഡിങ് അടക്കം അത് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കറി മസാലകളായാലും മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ ഏതൊരു വൻകിട കോർപ്പറേറ്റ് കമ്പനികളുടെ പാക്കിംഗ് സംവിധാനത്തിനേക്കാളും വെല്ലുന്ന രീതിയിലുള്ള ബ്രാൻഡിങ്ങും പാക്കിങ്ങും കുടുംബശ്രീയും ഇന്ന് നടത്തുന്നു. അതിന് തുടക്കം കുറിച്ചതും കണ്ണൂരാണ്. മിക്കവാറും എല്ലാ ജില്ലകളിലേക്കും ആവശ്യമായ ഇതിൻ്റെ പാക്കിംഗ് സംവിധാനങ്ങളും ഒക്കെ
പ്രൊവൈഡ് ചെയ്യുന്നത് കണ്ണൂർ ജില്ലയാണ്. അതിന് മാതൃക കാണിച്ചത് കണ്ണൂർ ജില്ലയാണ്. അതിലപ്പുറം സംരംഭങ്ങളെ ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന സംരംഭങ്ങളെ വിപണനം ചെയ്യുന്ന നിലയ്ക്ക് അതിനും ഏറ്റവും ആധുനിക സംവിധാനങ്ങൾ ഇപ്പം കുടുംബശ്രീ ആമസോണ്, ഫ്ലിപ്കാർട്ട് പോലെയുള്ള പിന്നെ കോർപ്പറേറ്റ് ഭീമന്മാരിൽ പോലും അംഗത്വം എടുത്തു കഴിഞ്ഞു. രണ്ടാമത് കുടുംബശ്രീ സ്വന്തമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആരംഭിച്ചു. പോക്കറ്റ് മാർട്ട് എന്നാണ് അതിൻ്റെ പേര്. ഈ വർഷം പോക്കറ്റ് മാർട്ടിൻ്റെ ലോഞ്ചിങ് ആയിരുന്നു ഈ ഓണത്തിന്. അതിനാദ്യം ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഗിഫ്റ്റ് ഹാമ്പർ, ഒരു ഓണത്തിന് ഒരു സമ്മാനപ്പൊതി കൊടുക്കുക എന്നുള്ളതാണ്. 5500 എണ്ണമാണ് ഞങ്ങൾ നിശ്ചയിച്ചത്. പക്ഷേ ഡിമാൻഡ് അതിൻ്റെ എത്രയോ ഇരട്ടിയായിരുന്നു. പക്ഷേ ഞങ്ങൾ ആ പ്ലാൻ ചെയ്ത അത്രയും തന്നെ നിർത്തിക്കൊണ്ടാണ് നിന്ന് അടുത്ത വർഷം അത് വിപുലീകരിക്കാമെന്നുള്ളതാണ്. അതിൻ്റെ വിതരണ ചുമതല പ്രധാനമായിട്ടും കണ്ണൂർ ജില്ലയ്ക്കും തൃശ്ശൂർ ജില്ലയ്ക്കുമായിരുന്നു. 2500 വീതം, 2500ഉം തൃശ്ശൂറിന് 3000 ആയിരുന്നു. അത് കൃത്യമായിട്ട് ഓണത്തിന് ഓരോ ആൾക്കാരും അത് 799 രൂപയുടെ ഒരു ഗിഫ്റ്റ് കവറായിരുന്നു. അത് കൃത്യമായിട്ട് അതിൻ്റെ 84 രൂപ അതിൻ്റെ കൊറിയർ ചാർജും കൂടെ ചേർത്ത് 893 രൂപ എന്നുള്ള രീതിയിൽ എല്ലാവരുടെയും കയ്യിൽ കൃത്യമായിട്ട് അത് എത്തിക്കാൻ കഴിഞ്ഞു. അത് വലിയൊരു വിജയമായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ പിന്നെ ഈ വർഷം ഓണത്തിന് ഓണസദ്യ ഒരുക്കിയിരുന്നു. 3 ടൈപ്പ് ഓണസദ്യ, 149 രൂപ, അതുപോലെ തന്നെ 199 രൂപ, 359 രൂപ, അങ്ങനെ ഐറ്റങ്ങളുടെ വ്യത്യാസം അനുസരിച്ച് അതും വലിയ സക്സസ് ആയിരുന്നു. ഏതാണ്ട് 50 ലക്ഷത്തിൻ്റെയോളം കണ്ണൂർ ജില്ലയ്ക്ക് മാത്രം ഈ നമ്മുടെ സാധാരണ വീട്ടമ്മമാർക്ക് അതിൻ്റെ ബിസിനസ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഓണശ്രീ ബഹുമാനപ്പെട്ട നമ്മുടെ തളിപ്പറമ്പ് MLA ഗോവിന്ദൻ മാഷിൻ്റെ നേതൃത്വത്തിൽ ആ നിയോജക മണ്ഡലത്തിന് മാത്രം കേരളത്തിൽ വ്യത്യസ്തമായിട്ട് അവിടെ ഓണശ്രീ എന്ന പരിപാടി, ഓണച്ചന്ത സംവിധാനങ്ങൾ, മാർക്കറ്റിംഗ്, വില്ലേജ് ഫെസ്റ്റിവലും കൂടി ചേർന്നായിരുന്നു. അവിടെ ഏതാണ്ട് നമുക്ക് അതെല്ലാം കൂടി ചേർന്ന് ഈ വർഷം 3.5 കോടിയോളം രൂപ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പോൾ മാർക്കറ്റിംഗ് രംഗത്തും സാധാരണ വീട്ടമ്മമാർ ഇന്ന് വലിയ നിലയിലേക്ക് എത്തിക്കുന്നു. ഹോം ഷോപ്പാണ് മറ്റൊരു ഇത്, അതായത് വീടാന്തരം, അതായത് ഹോം ഷോപ്പ് ഓണർമാർ, ഒരു സ്ത്രീയെ ഒരു ഹോം ഷോപ്പ് ഓണറായിട്ട് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ 70,000 രൂപ വിത്തൗട്ട് ഇൻട്രസ്റ്റിൽ സ്കൂട്ടർ പോലുള്ള ഇരുചക്ര വാഹനത്തിനുള്ള വായ്പകൾ കൊടുക്കുന്നു. അതുപയോഗിച്ചുകൊണ്ട് അവർക്ക് വീടാന്തരം കൊടുക്കാം. 40,000 രൂപയും 45,000 രൂപ വരെയും ഈ നടന്ന് വിറ്റൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഒരു സ്ത്രീ ഒരു മാസം 40,000 രൂപ, കണ്ണൂർ ജില്ലയിലുണ്ട് ഏതാണ്ട് 35,000 രൂപയൊക്കെ വാങ്ങുന്ന പിന്നെ പയ്യന്നൂരിലെ പിന്നെ GJCയെ പോലുള്ള ആളുകളൊക്കെ പിന്നെ അങ്ങനെ അവാർഡ് വാങ്ങിയ എത്രയോ ആളുകളുണ്ട്. നമുക്ക് 1000-ലധികം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഈ കൊറോണ വന്നപ്പോൾ, കോവിഡ് വന്നപ്പോൾ ഇവരുടെ എല്ലാം വീട്ടിലിരിക്കേണ്ടി വന്നു. അങ്ങനെ ആ സിസ്റ്റത്തിൽ നിന്ന് കുറേ പേര് കൊഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും അത് റീബിൽഡ് ചെയ്ത് 350 ഹോം ഷോപ്പ് ഓണർമാരായി. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു 1200-ലധികം ആൾക്കാർ കോഴിക്കോടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങളും അതിൻ്റെ ശ്രമത്താണ്. ഓരോ വാർഡിലും 1543 വാർഡിലും ഒരു ഹോം ഷോപ്പ് ഓണർമാർ മിനിമം ഒരാളെങ്കിലും നിയമിക്കാനുള്ള തീരുമാനമാണ്. അത് കാരണം ഞങ്ങൾ ഇത് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കുടുംബശ്രീ ഈ വഴിയെല്ലാം വിതരണം ചെയ്യുന്ന ഏതാണ്ട് 10 കോടി രൂപയുടെ ടേൺ ഓവറാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമ്മളൊരു കണക്കെടുത്താൽ 46 ലക്ഷം ആളുകൾ ഒരു 100 രൂപയുടെ മാസത്തിൽ 100 രൂപയുടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏതാണ്ട് 20, 30, 40 കോടി രൂപയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. അത് ഒരു ദിവസം 100 രൂപ, അത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും ഏതാണ്ട് കുടുംബശ്രീ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം അരിയും പലവ്യഞ്ജനങ്ങളുമായിട്ടൊരു 100 രൂപയുടെ ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീയുടെ നെറ്റ്വർക്ക് വഴി വാങ്ങുകയാണെങ്കിൽ കേരളത്തിൽ ഏതാണ്ട് 1000 കോടി രൂപയുടെ ബിസിനസ് കുടുംബശ്രീക്ക് നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ അത് നമുക്ക് ഫലപ്രദമായി ചെയ്യാൻ കഴിയുന്നത് ഓരോ വീട്ടിലും, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, പലപ്പോഴും ഈ മായം ചേർക്കലുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരുപക്ഷെ ഞാനും നിങ്ങളും പിന്നെ കഴിച്ച അല്ലെങ്കിൽ ഇന്നുണ്ടാക്കിയ എൻ്റെ വീട്ടിലുണ്ടാക്കിയ സാമ്പാറും നിങ്ങളുടെ വീട്ടിലുണ്ടാക്കിയ മുളക് പൊടി മീൻ കറിയിലും ഒക്കെ ഇട്ട മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ നമുക്ക് അത് 100% വിശ്വാസം നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ, അതിൽ മായമുണ്ടോ എന്നുള്ളത്. കാരണം പത്രവാർത്തകൾ അങ്ങനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. പക്ഷേ അവിടെ എങ്ങും ഒരു കാലഘട്ടത്തിലും കുടുംബശ്രീ വീട്ടമ്മമാരുടെ ഒരൊറ്റ ഭക്ഷ്യവസ്തു മായത്തിൻ്റെ പരിധിയിൽ വന്നതായിട്ട് കാണുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഒരു സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലക്കുന്ന പർച്ചേസിങ് കപ്പാസിറ്റി കൂടുതലുള്ള ഒരു കമ്മ്യൂണിറ്റി എന്ന രീതിയിൽ യൂറോപ്യൻ സ്റ്റാൻഡേർഡിലേക്ക് വന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന രീതിയിൽ ശരിക്കും ഇപ്പോൾ നമ്മുടെ ഫുഡ് സേഫ്റ്റിയിൽ നിന്ന് മാറി സേഫ് ഫുഡ് എന്നുള്ള രീതിയിൽ, അല്ലേ, സുരക്ഷിത ഭക്ഷണത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ സാധാരണക്കാർക്ക് പോലും ആ ചിന്ത വന്നു. നല്ല സുരക്ഷിതമായ ഭക്ഷണം എവിടെ കിട്ടും? അത് പാലായാലും, അത് പച്ചക്കറി ആയാലും, അത് അരി ആയാലും, അത് മറ്റ് മീനായാലും എല്ലാം അങ്ങനെ നിലയ്ക്ക്. അപ്പോൾ ആ നിലയിലേക്കൊക്കെ ഒരു പക്ഷേ ആശ്രയിക്കാൻ കഴിയുന്നത് കുടുംബശ്രീ സംവിധാനം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം മത്സ്യഫെഡ് മത്സ്യശ്രീ എന്ന ഒരു പ്രൊജക്റ്റ് പിന്നെ
ജില്ലാ പഞ്ചായത്തിൻ്റെ സാമ്പത്തിക സഹായത്തോടെ ഈ വർഷം നടപ്പിലാക്കുന്നുണ്ട്. അത് ഏൽപ്പിച്ചിരിക്കുന്നതും കുടുംബശ്രീയാണ്. അപ്പോൾ എല്ലാ തരത്തിലും കുടുംബശ്രീ ആ തരത്തിലൊരു വിശ്വാസത്തിൻ്റെ പര്യായം മാറിയിരിക്കുന്നു. അപ്പോൾ മാർക്കറ്റിംഗ് സൂക്ഷ്മ സംരംഭങ്ങളിൽ വലിയ മുന്നേറ്റങ്ങളാണ്. അതിൽ പ്രത്യേകമായിട്ട് സ്റ്റാർട്ടപ്പ് വില്ലേജ് എൻ്റർപ്രണർഷിപ്പ് പ്രോഗ്രാം SVEP എന്ന് പറയുന്ന NRLM-ൻ്റെ സഹായത്തോടെ, കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടു കൂടി നമ്മളിപ്പോൾ നടപ്പാക്കുന്നുണ്ട്. കൂത്തുപറമ്പ്, തളിപ്പറമ്പ്, ഇരിക്കൂർ ഈ 3 ബ്ലോക്കുകളിലാണ് ഇപ്പോൾ SVEP പ്രോഗ്രാം നടപ്പാക്കുന്നത്. അവിടെ വലിയൊരു കുതിച്ചുചാട്ടമാണ് സൂക്ഷ്മ സംരംഭങ്ങളെ കെട്ടിപ്പടുക്കുന്നതിൽ ഈ SVEP പ്രോഗ്രാം നമ്മൾക്ക് സഹായം ആയിട്ട് നിൽക്കുന്നത്. ഈ നമ്മുടെ ഈ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ മേഖലയിൽ ഒന്നുകൂടി ശരിക്കും കുടുംബശ്രീക്ക് ഒന്നുകൂടി മുറുക്കി പിടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരുപക്ഷെ നമുക്ക് വലിയ നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യമായി അത് മാറും. ഇപ്പോൾ ഈ മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലുള്ള മഞ്ഞൾപ്പൊടി, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിപുലമായി അതുമാത്രം എന്നുള്ള രീതിയിലേക്ക് എത്തിക്കാൻ ഉള്ള ഒരു കപ്പാസിറ്റി കുടുംബശ്രീക്ക് ഉണ്ടാക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ക്ലസ്റ്റർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട്. വൈവിധ്യങ്ങളായത് കാർഷിക മേഖലയിലെ ഉൽപ്പാദനം ഏതാണ്ട് 50-60% ഉയർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയും, അതുപോലെ തന്നെ ഇത്തരം നേരത്തെ പറഞ്ഞ സുരക്ഷിത ഭക്ഷണത്തിന് ആക്കം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും, അതുവഴി ഈ SVEP പ്രോഗ്രാം പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ പരമാവധി ആളുകളിലേക്ക് സുരക്ഷിത ഭക്ഷണത്തിന്റെ ഭാഗമായി എത്തിച്ചു. ജനങ്ങൾ കൂടി ഒന്ന് ബോധവാന്മാരാകേണ്ടതുണ്ടല്ലേ? തീർച്ചയായും ഒരു കുടുംബശ്രീ ഉൽപ്പന്നം എന്നത് നോക്കി വാങ്ങേണ്ട ഒരു അത്രയും ഒരു സാക്ഷരത നമ്മൾ നേടണം. തീർച്ചയായിട്ടും അതും ഒരാവശ്യമാണ്. ഇതിനോടൊപ്പം തന്നെ നടത്തേണ്ട ഒരു പ്രൊപ്പഗാൻഡയാണ്, ഇതിലൊരു പബ്ലിസിറ്റി പ്രൊപ്പഗാൻഡ തീർച്ചയായിട്ടും നടത്തണം. കാര്യം ആളുകൾക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ ലഭ്യതയും ഉറപ്പുവരുത്തണം. ഇപ്പോൾ നമ്മളിപ്പോൾ എവിടെ ചെന്നാലും നമുക്കിപ്പോൾ ആഗ്രഹമുണ്ട് കുടുംബശ്രീയുടെ ഒരു മുളക് പൊടി വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ പുതിയൊരു പ്രോഗ്രാം ആരംഭിച്ചിരിക്കുന്നു. നമ്മൾ കുടുംബശ്രീക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഒരു ഷോക്കേസ് അതിന് 20,000 രൂപ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബന്ധപ്പെട്ട സൂപ്പർ മാർക്കറ്റുകൾക്ക് നമ്മൾ അവിടെ നിന്ന് കൊടുത്ത് വാടകയ്ക്ക് വാങ്ങും. നമുക്ക് അവിടെ ഒരു ഷോക്കേസ് കുടുംബശ്രീ എക്സ്ക്ലൂസീവ് കുടുംബശ്രീ പ്രൊഡക്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഷോക്കേസ് നമുക്ക് അനുവദിക്കാൻ വേണ്ടി അത് 20,000 രൂപ നിലവിൽ അനുവദിക്കാനുള്ള ഒരു പദ്ധതിക്ക് രൂപ. ഈ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കൊപ്പം തന്നെയാണ് ഈ ടൂത്ത് പേസ്റ്റ്, ഇതൊക്കെ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങളുടെ കാര്യമാണ്. ഈ ടൂത്ത് പേസ്റ്റിലടക്കം വലിയ തോതിലുള്ള കാര്യങ്ങൾ ഈ മേഖലകളൊക്കെ കുടുംബശ്രീക്ക് കടക്കാം. എല്ലാം തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ആലോചനയിലാണ് കുടുംബശ്രീ എല്ലാ മേഖലയിലേക്ക് ഇറങ്ങിച്ചേരാനും. കുടുംബശ്രീ ആളുകൾ ഇപ്പം നിങ്ങൾ പറഞ്ഞത് വളരെ പ്രധാനമാണ്. ടൂത്ത് പേസ്റ്റ് അല്ലെങ്കിൽ ഒരു ഉമിക്കിരി, ഇങ്ങനെയുള്ള മൈന്യൂട്ട് ലെവലിൽ പോലും മാക്രോ മൈന്യൂട്ട് ലെവലിൽ പോലും നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധ പതിപ്പിക്കണം. കേരളീയർ സോപ്പും ടൂത്ത് പേസ്റ്റും ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടി എന്തായാലും ഇല്ല. ഇപ്പം സോപ്പ് നമ്മളുണ്ട്, സോപ്പും അതുപോലെ തന്നെ ടോയ്ലറ്ററീസ് അതൊക്കെ നമ്മളിപ്പോൾ ഉണ്ട്. ഈ പറഞ്ഞ പിന്നെ അത് വളരെ അത്യാവശ്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് ഒരുപാട് അനന്തമായ സാധ്യതയാണ് കേരളത്തിൽ. ഏത് ഉൽപ്പന്നമാണെങ്കിലും ചൂടപ്പം പോലെയാണ് വിറ്റ് പോകുന്നത്. സോപ്പൊക്കെ ആണെങ്കിലും കാരണം അത്ര വലിയ പൈസയില്ല എന്നാൽ നമുക്ക് വിശ്വസിച്ച് വാങ്ങാം. കാരണം സാധാരണ വീട്ടമ്മമാർ അവരുടെ ഇതുണ്ടല്ലോ, ഒരു ആരും കൃത്രിമം കാണിക്കാനൊന്നും അവർ നിൽക്കില്ല അവർ. അങ്ങനെ അത് കൃത്യമായി SOPയും അതിന് കൃത്യമായ സൂപ്പർവിഷനും കൃത്യമായി മോണിറ്ററിങ്ങും ഒക്കെ നൽകിക്കൊണ്ട് പോകുന്നതുകൊണ്ട് ഒരു പ്രശ്നങ്ങൾ. കാരണം നമ്മുടെ ഒരു ഫിംഗർ ടിപ്പിൽ തന്നെയാണ് ഇവരൊക്കെ ഉള്ളത്. ഒരു കൈപ്പാടകലെ നിൽക്കുന്നു, ഒരു വിളിപ്പാടകലെ നിൽക്കുന്നു. പിന്നെ അതിനപ്പുറം ഒരു അയൺ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ സ്നേഹവും കരുതലും കൊടുത്തുകൊണ്ടുള്ളൊരു ബോണ്ടിങ് ഉണ്ട്. അവിടെ ലാഭമല്ല ലാഭത്തിനപ്പുറം ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ അടിസ്ഥാനത്തിലാണ് കുടുംബശ്രീ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന മേഖലയിൽ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ എല്ലാ മേഖലയിലേക്കും ഉള്ള ശ്രദ്ധ വരും കാലങ്ങളിലും നന്നായി നമ്മൾ കൊണ്ടുപോകും. നമ്മൾ ഈ മുന്നേറ്റം ഇങ്ങനെ അതിശക്തമായി മുന്നോട്ട് പോയി കഴിഞ്ഞ 9 വർഷത്തെ കുടുംബശ്രീയുടെ പ്രവർത്തനം എടുത്താൽ വലിയ മുന്നേറ്റം, ഒരു കണ്ണഞ്ചിപ്പിക്കുന്ന വളർച്ച എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ 80,000 കോടി രൂപയിലേക്കൊക്കെ എത്തും. അങ്ങനെ നിങ്ങളെങ്ങനെ വിചാരിച്ചിരുന്നോ ഈ സംരംഭങ്ങളൊക്കെ? അവിടെയാണ് നമ്മുടെ സ്ത്രീകൾ എത്ര കരുത്തുള്ളവരാണ്, എത്ര പ്രാപ്തിയുള്ളവരാണ്. ഒരു അഴിമതിയും ഇല്ലാതെ, അതാണ് അഴിമതിയില്ലാതെ അങ്ങനത്തെ സാമ്പത്തികമായ ഒരു കാര്യമായ ഇത്രയും വലിയ എമൗണ്ട് ആകുമ്പോൾ
എന്തെങ്കിലുമൊക്കെ സ്വാഭാവികമായി വരും അല്ലെ, മനുഷ്യരാണ് അല്ലെ, എല്ലാ മനുഷ്യരുടെയും പരിച്ഛേദം തന്നെയാണ് കുടുംബശ്രീ, അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ അവിടെ നമുക്ക് അത്ഭുതം തോന്നിക്കുന്നത് ഒരു ആക്ഷേപവുമില്ലാതെ. അതുകൊണ്ടാണ് ഇപ്പം ബാങ്കുകൾ, എനിക്ക് തോന്നുന്ന ബാങ്കിൻ്റെ ഹയർ ഓഫീസേഴ്സ്, റീജിയണൽ ഓഫീസർമാർ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ ഓഫീസിൽ വരും, ഞങ്ങൾക്ക് പിന്നെ കുറച്ചും കൂടി ഇടപെടാനുള്ള അവസരം തരണം. അതേസമയം ഞാൻ ക്ഷീരമേഖലയിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് ഡെപ്യൂട്ടേഷൻ വരുന്നത്. ക്ഷീരവികസന ഓഫീസർ എന്ന രീതിയിൽ പലപ്പോഴും ഒരു ക്ഷീര കർഷകൻ്റെ ഒരു വായ്പയ്ക്കൊക്കെ ചെന്നാൽ, ആ ഭാഷ നമുക്കിവിടെ പറയുന്നത് ശരിയല്ല, പക്ഷേ എന്ന് പറഞ്ഞാൽ അത്രയും നികൃഷ്ടമായ രീതിയിലാണ് പലപ്പോഴും ഈ സ്ഥാപനങ്ങൾ കണ്ടുവരുന്നത്. അവിടുന്ന് ഞാൻ അപ്പോൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, ഞാൻ ഒരുപാട് പോരടിച്ചിട്ടുണ്ട് ബാങ്ക് അധികാരികളോടൊക്കെ. ക്ഷീരകർഷകർക്ക് ലോൺ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പരുഷമായി ഇടപെടേണ്ടി വന്നിട്ടുണ്ട്, കർശനമായി വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മളോട് എങ്ങനെയെങ്കിലും ഒരു ചെറിയൊരു അവസരം അത് എല്ലാ ബാങ്കുകളും ഒന്നൊന്നും വ്യത്യാസമില്ല. പുത്തൻകൊച്ചു ബാങ്കുകളും ഇപ്പം HDFC പോലെയുള്ള ബാങ്കുകൾ, പിന്നെ അതിന് അതിപ്രസരമായിട്ട് ഞങ്ങൾക്ക് നിയന്ത്രിക്കേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കാരണം ഈ കുടുംബശ്രീ വനിതകളെന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര വലിയ ഇതൊന്നും ഉള്ളവരല്ല. പക്ഷേ അവരെ നിങ്ങളിങ്ങനെ വായ്പ അങ്ങ് കൊടുത്ത് കടക്കണിയിലാക്കരുത്. കാരണം അവരൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കനുസരിച്ച് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന്. കാരണം ബാങ്കുകൾക്ക് അത്ര വിശ്വാസമാണ്. അല്ലാതെ പിന്നെ ഇപ്പോൾ മനോജ് ഒന്ന് പോയിട്ട് ഒരു 20 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് തരാൻ പറഞ്ഞാൽ തരുമോ? അല്ലെങ്കിൽ മനോജ് ഒരു 10 പുരുഷന്മാരുടെ കൂട്ടായ്മ ഉണ്ടാക്കി എന്നിട്ട് ബാങ്കിലോട്ട് പോയാൽ നിങ്ങൾക്ക് തരുമോ? സാധ്യത വളരെ കുറവ്. അവിടെയാണ് ഈ സ്ത്രീകൾക്ക് ഒന്നുമില്ല, അവർ പക്ഷേ അതെന്താണ്, തിരിച്ചു കിട്ടുമെന്നുള്ള വിശ്വാസമാണ് അല്ലേ? സർക്കാരിൻ്റെ ഒരു ഗ്യാരണ്ടി കൂടി അതിൽ. ഞങ്ങൾക്ക് ഈ വരുമാനം വർദ്ധിപ്പിക്കുന്ന പറഞ്ഞാൽ ഇപ്പോൾ മൃഗസംരക്ഷണ മേഖലയിൽ നമുക്ക് കേരള ചിക്കൻ എന്ന് പറഞ്ഞൊരു പരിപാടി, അതായത് വളർത്തുന്ന ഗുണഭോക്താവിന് ഒരുവിധ റിസ്ക്കുമില്ല അതിൻ്റെ ഉള്ളിൽ. അതായത് 1000 മുതൽ 10,000 കോഴീനെ വളർത്താം. മരണനിരക്ക് കുറച്ച് വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധാപൂർവം വളർത്തിയെടുത്താൽ ഒരു കുടുംബത്തിന് എല്ലാ ചിലവും കഴിഞ്ഞ് ഒരു 35-40 ദിവസത്തിനിടയ്ക്ക് 2.5 ലക്ഷം രൂപ, 2 മുതൽ 2.5 ലക്ഷം വരെ നിസ്സംശയം അവരുടെ കൈകളിലെത്തും. അതൊരു പദ്ധതിയുണ്ട്. ഇപ്പം ഞങ്ങൾ ആറള ആദിവാസി മേഖലകളിലൊക്കെ വലിയ മുന്നേറ്റത്തിനുള്ള ശ്രമമാണ്. 100 പേരെയെങ്കിലും മിനിമം ഈ പറയുന്ന ഒരു 2000 കോഴീനെങ്കിലും വളർത്താൻ തൊഴിലുറപ്പ് പദ്ധതിയും PMEGP പോലെയുള്ള പദ്ധതികളെയൊക്കെ ലിങ്ക് ചെയ്തുകൊണ്ട് അവർക്ക് കൊടുക്കാനുള്ള പദ്ധതി. കാരണം അവരെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ഒരു വിഷയമാണ്. അപ്പോൾ നമ്മൾ പല ഉൽപ്പന്നങ്ങളും നമ്മളത് നിർമ്മിച്ചപ്പോഴും ആ ഉൽപ്പന്നവും കുടുംബശ്രീയുടെ സംവിധാനം ഏറ്റെടുക്കേണ്ടതുണ്ട്. കാരണം അവർക്ക് പരിമിതികളുണ്ട്. നമുക്ക് ആറളത്തെ പുനരധിവാസ മേഖലയിൽ അവരുടെ സാമൂഹിക ചുറ്റുപാടും ഒക്കെ വെച്ചുകൊണ്ട് അവർക്ക് മാർക്കറ്റിംഗ് ഒരു പ്രശ്നം. അപ്പോൾ അവിടെയും ഞങ്ങൾ കൃത്യമായി ഇടപെടുന്നു. അവർക്ക് ഏറ്റവും യോജിച്ച ഇത്തരത്തിലുള്ള വലിയ പ്രവർത്തനങ്ങൾക്കാണ് അവിടെയും തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇപ്പം മാവ് കൃഷി, ഇപ്പോൾ ഇതെല്ലാം വിദേശത്തും നമുക്കും ഓൾറെഡി ഡിമാൻഡുണ്ട്. ഇപ്പോൾ മാവ് കൃഷി, അതുപോലെ തന്നെ കശുമാവ് കൃഷി. കശുമാവിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ഫെനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈസൻസ് മയ്യാവൂർ സർവീസ് സഹകരണ ബാങ്കിന് ഗവൺമെൻറ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അവരും ആറളം ഫാമും ഈ ആറളം പുനരധിവാസ മേഖലയിൽ സംബന്ധിച്ച് അത് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. മറ്റൊന്ന് ലെമൺ ഗ്രാസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അത് ട്രിപ്പിൾ ഇൻകം കിട്ടുന്നൊരു സിസ്റ്റം ഇപ്പോൾ ഉണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ ഓൾറെഡി ഞങ്ങൾക്ക് 200 ടണ്ണിൻ്റെ റിക്വയർമെൻറ്റാണ്, ഡിമാൻഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് 1 കിലോ 3 മാസത്തിൽ താഴെയുള്ള ഒരു തണ്ടിന് 20 രൂപ അവിടെ കിട്ടും. അതിൻ്റെ ബാക്കിയുള്ള ലെഫ്റ്റ് ഓവർ സ്റ്റെമ്മും ലീഫും എല്ലാം എടുത്ത് നമുക്ക് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യാം, തൈലം ഉണ്ടാക്കാം. ആ ഉണ്ടാക്കുന്ന ബാക്കി വരുന്ന അതിൻ്റെ റെസിഡ്യൂ ഉണ്ട്, ചണ്ടിയുണ്ട്. ആ ചണ്ടി ഉണക്കിയെടുത്താൽ നമുക്ക് ഫ്യൂവലായിട്ട് ഉപയോഗിക്കാം അതിന് തന്നെ. അല്ലെങ്കിൽ നമുക്ക് TMR, ടോട്ടൽ മിക്സഡ് റേഷൻ എന്ന് പറയുന്ന കാലിത്തീറ്റ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുകയാണെങ്കിൽ 10 രൂപയിൽ താഴെ നമുക്ക് ഒരു TMR ഉണ്ടാക്കാൻ കഴിയും. ഇന്ന് 30 രൂപ കൊടുക്കണം 1 കിലോ മിക്സർ കാലിത്തീറ്റ ഉണ്ടാക്കണമെങ്കിൽ. ആ സ്ഥാനത്ത് നമുക്ക് 10 രൂപയ്ക്ക് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഒരു 2-3 രൂപ ലാഭം എടുത്തുകൊണ്ട് 15 രൂപയ്ക്ക് വിറ്റാൽ വലിയൊരു ഇൻകം അതിലൂടെ കിട്ടും. അപ്പം അതുപോലെ തന്നെ ബ്രോയിലർ ഫാമിങ്, അങ്ങനെ പിന്നെ വേപ്പില, കറിവേപ്പിലേക്കും ഏതാണ്ട് 200 ടണ്ണിൻ്റെ വിദേശത്ത് ഓർഡറുണ്ട്. കരിന്തുളസിക്കുണ്ട്. പിന്നെ മാർജറം എന്ന് പറയുന്നൊരു ഇതുണ്ട്, പാർഷ്ലി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിവിധങ്ങളായ സാധനങ്ങൾ അവിടെ കൾട്ടിവേറ്റ് ചെയ്യാനുള്ള കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് ശാസ്ത്ര സാങ്കേതിക കൗൺസിലും ഒക്കെ വന്നിട്ടൊരു വലിയ ഹൈപ്പർ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും വലിയ മാറ്റങ്ങളാണ് കുടുംബശ്രീ ആറളം പുനരധിവാസ മേഖലയിൽ അക്ഷരാർത്ഥത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ലൈവ്ലിഹുഡ് ആക്ടിവിറ്റീസ് നന്നായി നടത്താനുള്ള ഒരു ശ്രമം കൂടി ബഹുമാനപ്പെട്ട കളക്ടർ കഴിഞ്ഞ ദിവസം സംസാരിച്ചു. കുടുംബശ്രീയിൽ വലിയ പ്രതീക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്ന സഹായങ്ങളെല്ലാം കളക്ടർ വളരെ സന്തോഷത്തോടെ, ഞങ്ങൾ ചോദിച്ചതേ ഉള്ളൂ അവിടെ പിന്നെ ഒരു കെട്ടിടം നമുക്ക് പുതുതായിട്ട് അനുവദിക്കാൻ. അപ്പം തന്നെ ഓൺ ദ സ്പോട്ടിൽ അവിടെ മറ്റൊരു സ്കൂളിൻ്റെ അത് അവിടെ ഒഴിഞ്ഞിടപ്പുണ്ട്. അത് ഞങ്ങൾ എഴുതി വേണം. അന്നേരം തന്നെ കുടുംബശ്രീക്ക്
കളക്ടർ അനുവദിച്ചിരുന്നു. അപ്പോൾ കളക്ടറും വലിയ താല്പര്യത്തിലാണ് അവിടെ. അതുപോലെ ജില്ലാ പഞ്ചായത്ത് ഭരണ കേന്ദ്രവും ഒക്കെ RLM ഫാമിന് വേണ്ടിയിട്ട് വലിയ ഒരു ശ്രമങ്ങളാണ്. അപ്പോൾ അവിടെയും നല്ലൊരു പ്രവർത്തനങ്ങൾ കുടുംബശ്രീ നടത്തി വരിക. നമ്മളിപ്പോൾ വലിയൊരു മുന്നേറ്റത്തിലേക്ക് പോകുന്നു. ഒരുപക്ഷെ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിനും സ്വപ്നം പോലും കാണാൻ കഴിയാത്ത, അതിദരിദ്രമില്ലാത്ത ഒരു സംസ്ഥാനം. നമ്മൾ അതിൻ്റെ പ്രഖ്യാപനത്തിലേക്ക് പോവുകയാണ്. ഈ അതിദരിദ്രമില്ലാത്ത ഒരു നാടാക്കി കേരളത്തെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ 25 വർഷത്തെ കുടുംബശ്രീയുടെ പ്രവർത്തനം അതിൽ നിർണായകമല്ലേ? കുടുംബശ്രീ ഇല്ലാതെ പറ്റില്ലായിരുന്നു. അതാണ് പറഞ്ഞത്. അത് ഏൽപ്പിച്ചപ്പോഴും ആദ്യം തന്നെ അത് എനിക്ക് തണ്ട് അത്ര അഭിമാനകരമായി നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ അതിദാരിദ്ര്യം ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. 64,000-ൽ പരം ആളുകളുടെ പട്ടിക വളരെ പെട്ടെന്ന് തന്നെ എടുത്തു. അതിൽ ബഹുഭൂരിപക്ഷം ഏൽപ്പിച്ചത് കുടുംബശ്രീയാണ്. അതിൽ കുടുംബശ്രീയുടെ നമ്മുടെ അതിദാരിദ്ര്യമുക്ത പരിപാടികൾ ആസൂത്രണം ചെയ്തു. കൃത്യമായിട്ട് അവർക്ക് ഉപജീവന മാർഗ്ഗങ്ങൾ കൃത്യമായി കണ്ടെത്തി കൊടുത്തു. പല തരത്തിലുള്ള ഇപ്പം കാർഷിക മേഖലയിലും കാർഷികേതര മേഖലയിൽ അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് എന്താണെന്ന് അവരുമായിട്ട് സംബന്ധിച്ച് അവർ ചർച്ച ചെയ്ത് അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കും എന്ന് പറയുമ്പോൾ ഏതാണ്ട് 5 വർഷം ആകുമ്പോഴേക്കും 5 വർഷം 4 വർഷം കഴിഞ്ഞപ്പോഴേക്കും അതാണ്ട് നവംബർ 1 തീയതി അത് പ്രഖ്യാപനം നടത്താൻ പോവുകയാണ്. നടത്തിയിരിക്കും. അപ്പോൾ ആ നിലയ്ക്കും കുടുംബശ്രീയാണ് അതിൽ വലിയ കയ്യൊപ്പ് ചാർത്തി മുന്നോട്ട്. എന്തായാലും നമ്മൾ ഇതൊക്കെ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ഒരവസ്ഥ നമ്മൾ പറയുമ്പോൾ കഴിഞ്ഞ 25 വർഷം മുമ്പത്തെ ഒരവസ്ഥ കൂടി നമ്മൾ ചിന്തിക്കുമ്പോഴാണ് എന്തൊക്കെ മാറ്റങ്ങൾ കേരളത്തിൽ സംഭവിച്ചു, നമ്മുടെ ജീവിതം എങ്ങനെ മാറി. കഞ്ഞി കുടിക്കാൻ ഇല്ലാതിരുന്ന ഒരവസ്ഥയിൽ നിന്ന് നമ്മൾ കഞ്ഞി എന്നത് മറന്ന് ചോറും വിഭവസമൃദ്ധമായ കറികളുമൊക്കെ എല്ലാ വീട്ടിലും, ഏത് വീട്ടിൽ എന്നൊന്നുമില്ല, എല്ലാ ദിവസവും ഓണത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ വലിയ മാറ്റം തന്നെയല്ലേ? നമ്മളത് നിസ്സാരവൽക്കരിക്കാൻ ഒരിക്കലും കഴിയാത്ത മാറ്റം. ഒരിക്കലും പറ്റില്ല. അതങ്ങനെ കണ്ണടച്ചിരുട്ടാക്കാൻ നമുക്ക് കഴിയുമോ? ഒരിക്കലും കഴിയില്ല. കണ്ണടച്ചിരുട്ടാക്കാൻ പറ്റുമോ? പറ്റില്ല എന്ന് പറഞ്ഞവനാണ് കേരളത്തിൻ്റെ സാമൂഹിക വളർച്ച. ഒരാൾക്ക് എത്ര തമസ്കരിക്കാൻ ശ്രമിച്ചാലും അതെല്ലാം അപ്രസക്തമാകുന്ന വലിയ മുന്നേറ്റമാണ് സാമൂഹിക പശ്ചാത്തല വികസനത്തിലും സാമ്പത്തിക വികസനത്തിലും സാംസ്കാരിക വികസനത്തിലും ഉൾപ്പെടെ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു വലിയ എന്താ പറയുക, ഒരു ഗംഗാപ്രവാഹം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇങ്ങനെ മനോഹരമായ ഒരു പ്രവാഹം പോലെ ഇങ്ങനെ വരുന്ന ഒരു കാഴ്ച. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പം ഞങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഈ സാമൂഹികമായി അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങൾ. അത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ബഡ്സ് വിഭാഗം, അത് ഭിന്നശേഷി കുട്ടികളാണ്. കണ്ണൂർ ജില്ലയിൽ 32 ബഡ്സ് സ്ഥാപനങ്ങളുണ്ട്. BRCകളും ബഡ്സ് സ്കൂളുകളും. അവിടെ അവരുടെ ലൈവ്ലിഹുഡ്, അവർക്ക് സംസ്ഥാന കലോത്സവം, അവർക്ക് ബഡ്സ് ഒളിമ്പ്യ ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഒന്ന് പോയി നോക്കണം ഒരു ബഡ്സ് സ്കൂളിലേക്ക്. നമ്മൾ അത്ഭുതപ്പെടുത്തും ഓരോ കുട്ടികളുടെയും കഴിവുകൾ. ഭിന്നശേഷിക്കാരാണ്. അവരെ സർക്കാർ നല്ല രീതിയിൽ പരിഗണിച്ചുകൊണ്ട് സ്കൂളുകൾ, അപ്പം കണ്ണപുരത്ത് ബഡ്സ് സ്കൂളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ പബ്ലിക് സ്കൂളിനേക്കാളും മികച്ച സൗകര്യങ്ങളാണ്. കമ്പ്യൂട്ടർ പരിശീലനത്തിന് തന്നെ എനിക്കൊന്ന് 30 ലാപ്ടോപ്പുകളാണ് പിന്നെ അവിടെ പ്രൊവൈഡ് ചെയ്ത് CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രൊവൈഡ് ചെയ്തത്. ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ BP ദിവ്യയൊക്കെ വളരെ ശ്രദ്ധാപൂർവം അതിനെ ഈ നിലയിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ ബഡ്സ് സ്കൂളും മത്സരിച്ചാണ് അവരുടെ കലോത്സവം തലശ്ശേരി വെച്ചായിരുന്നു കഴിഞ്ഞ ജില്ലാ കലോത്സവം. ഒന്ന് പോയി കാണണം. സ്കൂൾ കലോത്സവം മാറി നിൽക്കുന്ന അത്ഭുതകരമായ പ്രവർത്തനങ്ങളാണ്. അതോടൊപ്പം തന്നെയാണ് നമ്മൾ ഇപ്പോൾ എത്ര നമ്മൾ വളർന്നു എന്ന് പറയുമ്പോഴും അനുദിനം കാണുന്ന സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ അത് അമർച്ച ചെയ്യുന്നതിന് വേണ്ടി സ്നേഹിത സംവിധാനങ്ങൾ, സ്നേഹിത 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്നേഹിത ഹെൽപ്പ് ഡെസ്ക് സംവിധാനം നമ്മളിവിടെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ജെൻഡർ റിസോഴ്സ് സെൻറ്ററുകൾ, അവർക്ക് ആവശ്യമായ എല്ലാതര പിന്തുണ സംവിധാനങ്ങൾ അതൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടാണ്. അതുപോലെ എല്ലാ DYSPOs 7 DYSPOസിലും സ്നേഹിതയുടെ എക്സ്റ്റൻഷൻ കൗണ്ടറുകൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. അവർക്ക് ആവശ്യമായ പിന്നെ കേസിൻ്റെ ആയി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാനസിക പിന്തുണ, അവർക്ക് താൽക്കാലിക ഷെൽട്ടർ ഒരുക്കി കൊടുക്കുക. അങ്ങനെ എല്ലാ വിധത്തിലും സ്ത്രീകൾക്ക് കൂടെ ഉണ്ട് എന്ന് എല്ലാ തരത്തിലും ഒരു തരത്തിലുള്ള ഒരു അതിക്രമങ്ങളും സ്ത്രീകൾക്ക് എതിരെ നടക്കില്ല എന്ന് ഉറപ്പാക്കുന്ന ഒരു തരത്തിലേക്കുള്ള വലിയൊരു ഇടപെടലാണ് നമ്മുടെ കമ്മ്യൂണിറ്റി കൗൺസിലർമാർ എന്ന് പറയുന്ന സംവിധാനത്തിലൂടെയൊക്കെ നമ്മൾ കമ്മ്യൂണിറ്റി കൗൺസിലർമാർ, അതുപോലെ തന്നെ സർവീസ് പ്രൊവൈഡർമാർ, അങ്ങനെ വലിയൊരു ശൃംഖല തന്നെയാണ് ആ രംഗത്തും പ്രവർത്തിക്കുന്നത്.
നമ്മൾ ഈ സാമൂഹ്യ മാറ്റം, വിപ്ലവകരമായ മാറ്റത്തിലൊക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വിഭാഗം നമ്മുടെ ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗമാണ്. നമ്മുടെ അവരും ഇപ്പോൾ വലിയ തോതിലുള്ള മാറ്റം, വിദ്യാഭ്യാസ രംഗത്തായാലും വലിയ മാറ്റങ്ങൾ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള മുന്നേറ്റങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇനി ശ്രദ്ധ, കുടുംബശ്രീയുടെ ഒരു ശ്രദ്ധ അവിടത്തേക്ക് പ്രത്യേകമായി പതിക്കേണ്ട ഒരു സ്ഥലമല്ലേ അത്? തീർച്ചയായിട്ടും. ഓൾറെഡി കുടുംബശ്രീ വലിയ ശ്രദ്ധയാണ് ആ മേഖലയിൽ. സോഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഒരു മേഖല തന്നെ നമുക്ക് ഒരു വെർട്ടിക്കൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവിടെ വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങളാണ് അവരുടെ ഉപജീവനം അവർക്ക് സാധ്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് കണ്ണൂർ ജില്ലയിൽ 3 സ്പെഷ്യൽ യൂണിറ്റുകളും രൂപീകരിച്ചിട്ടുണ്ട്. ഒന്ന് ആറളം പുനരധിവാസ മേഖല, 2 കേളകം, മറ്റ് കൊട്ടിയൂർ മേഖല. അവിടെ ഈ മേഖല കേന്ദ്രീകരിക്കാനും പ്രധാനമായിട്ട് കാരണം ആദിവാസി സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പണിയ വിഭാഗമാണ്. അവരാണ് ഈ മുഖ്യധാര ഇതിലേക്ക്. അതേസമയം മറ്റ് സമുദായങ്ങളൊക്കെ കുറിച്ചിയ, മാവിലാൻ സമുദായങ്ങൾ, കരിമ്പാല സമുദായങ്ങളൊക്കെ കുറേയും കൂടെ വളരെ ബെറ്ററായിട്ടുണ്ട്. പണിയ വിഭാഗത്തെയാണ് നമുക്ക് കുറച്ചും കൂടി വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായിട്ടും നൈപുണ്യപരമായിട്ടും നമുക്ക് കൊണ്ടുവരേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിപ്പം ആറളം കേന്ദ്രീകരിച്ച് ഒരു വീട്ടിൽ ഒരു സർക്കാർ ജോലി അടുത്ത 5 വർഷം കൊണ്ട് എന്നുള്ളൊരു ക്യാമ്പയിനും ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. കുടുംബശ്രീ. അതിൻ്റെ ഭാഗമായിട്ട് കേരള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അവർ ഓൾറെഡി നടന്നു വരുന്നുണ്ട് അവിടെ. പക്ഷേ അതിനോട് ചേർന്ന്, കുടുംബശ്രീനോട് ചേർന്ന് ഇപ്പോൾ ഒരു PSCയുടെ കോച്ചിങ് സെൻറ്റർ, അതുപോലെ തന്നെ അഗ്നിവീറിൻ്റെ ഈ അടുത്ത കാലത്ത് ഒരു സെലക്ഷൻ്റെ പ്രോസസ്സ് ഉണ്ടായിരുന്നു. അതിലേക്ക് ഞങ്ങൾ അവിടെ നിന്ന് കുട്ടികൾക്ക് നോമിനേഷൻ കൊടുക്കാനും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ പരിശീലനം, അവിടെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാനൊക്കെ ഉള്ള സംവിധാനം ഒരുക്കി. അങ്ങനെ നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പൊതുമേഖല, അതുപോലെ സർക്കാർ മേഖല ഒക്കെ ഉൾപ്പെടെയുള്ളൊരു മേഖലയിൽ നിന്ന് ഒരാൾക്കെങ്കിലും ഒരു ജോലി. അതല്ലാതെ നമുക്ക് വേറെ ഒരു മാറ്റം പെട്ടെന്ന് കൊണ്ടുവരാൻ കഴിയില്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥർ ഏത് തരത്തിലുള്ളതായിക്കോട്ടെ, ആ ഒരാളെ അവിടെ നിന്ന് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അയാൾ ആ കുടുംബത്തിൽ ഡെവലപ്പ് ചെയ്തോളും. അതാണ് നമുക്ക് കാരണം അവിടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ, അവരുടെ കുട്ടികളും അടുത്ത തലമുറയിലേക്കും വിദ്യാഭ്യാസത്തിലേക്ക് നയിക്കാനും തൊഴിലിലേക്ക് നയിക്കാനും ഒരു മാർഗ്ഗദർശിയാവാൻ അയാൾക്ക് കഴിയും. അത് നമ്മൾക്ക് ഇപ്പോൾ ഞാൻ കൂടുതൽ കാലം ജോലി ചെയ്തത് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ടയിലെ റാന്നി പെരുന്നാട് എന്ന് പറയുന്ന പഞ്ചായത്തിൽ 5ാമത്തെ വാർഡ് എന്ന് പറഞ്ഞാൽ അറയാഞ്ഞിലി മണ്ണ് എന്നൊരു സ്ഥലത്താണ്. അത് പമ്പയാറും ഫോറസ്റ്റിലും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒറ്റപ്പെട്ട ഒരു ബ്ലോക്കാണ് 5ാം വാർഡ് എന്ന് പറയുന്നത്. പക്ഷെ അവിടെ മുഴുവൻ ആദിവാസി വിഭാഗം, മലയരയ എന്ന് പറയുന്നത് ആദിവാസിയാണ്. പക്ഷേ അവർ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത് എനിക്ക് തോന്നുന്നു അവിടുത്തെ എല്ലാ കുടുംബത്തിലും ഏറ്റവും കുറഞ്ഞ ഒരു സർക്കാർ ജോലിയിൽ, അത് മികച്ച ജോലിയുള്ളവരുമുണ്ട്, നല്ല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ വലിയൊരു സാധ്യതയാണ് ആ കാര്യത്തിൽ. ആദിവാസി വിഭാഗങ്ങളെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിശ്ചിത വരുമാനമുള്ള സർക്കാർ ജോലി ഉൾപ്പെടെ പൊതുമേഖല സംവിധാനങ്ങളിലേക്ക് അവരെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ള ലക്ഷ്യം ഞങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ കേരള ട്രൈബൽ ഇന്നൊവേഷൻ സെൻറ്റർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, KTIC എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ അത് രൂപീകരിച്ചുകൊണ്ട് നൂതന ആശയങ്ങൾ അവരിലേക്ക് കൊടുത്തുകൊണ്ട് അവരെ വലിയ നല്ല രീതിയിലുള്ള സംരംഭകരാക്കുക. അവർക്ക് ഇഷ്ടമുള്ള സംരംഭങ്ങൾ എന്താണോ അതിന് നല്ല രീതിയിൽ ഒരു സബ്സിഡി കൊടുത്ത് മറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെയോ അല്ലെങ്കിൽ PMEGP, പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം, അല്ലെങ്കിൽ PMFME, ഫോർമലൈസേഷൻ ഓഫ് ഫുഡ് ആൻഡ് മൈക്രോ എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന പ്രോഗ്രാമുകളൊക്കെ, അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുണ്ട്. നമ്മൾ ഈ വ്യവസായ വകുപ്പിനൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് 100-ലധികം നല്ല പ്രോഗ്രാമുണ്ട്, നല്ല സബ്സിഡി. ഇപ്പോൾ ഉൽപ്പാദന മേഖലയിൽ PMEGPയിൽ 17.5 ലക്ഷം രൂപ സബ്സിഡി സാധാരണക്കാർക്ക് കിട്ടും. ഒരു പ്രയാസവുമില്ല. വളരെ സിമ്പിൾ ഒരു സ്റ്റെപ്പിലൂടെ ഏതൊരാൾക്കൊരു സംരംഭകനാണ് ഉൽപ്പാദന മേഖലയിൽ. എന്നാൽ 35% സബ്സിഡിയാണ്. 2 ലക്ഷം രൂപ അത്രയേ വേണ്ടൂ. ഇനി ആശയം കൊണ്ട് പോയാൽ ഈ ആശയത്തെ ഒരു പ്രൊജക്റ്റാക്കി എല്ലാ സൗകര്യം ചെയ്യാനുള്ള സംവിധാനവും കേരളത്തിലുണ്ട്. അതും ഒരുക്കിയിട്ടുണ്ട്. ഇൻക്യുബേഷൻ സെൻറ്ററുകളുണ്ട്. അങ്ങനെ നമുക്ക് ചിലപ്പം ഇറങ്ങി ചെല്ലുമ്പോഴാണ് വ്യവസായ വകുപ്പിൻ്റെ പ്രൊജക്റ്റുകളെക്കുറിച്ചും അതിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ചും അതിൻ്റെ സൗഹൃദപരമായ ഇടപെടലും ഒക്കെ നോക്കുമ്പോൾ അത്ഭുതങ്ങളാണ് സൃഷ്ടിച്ചത് ആ മേഖലയിലൊക്കെ. അതുകൊണ്ടാണ് നമുക്ക് 1 ലക്ഷം തൊഴിലാണ് സർക്കാർ മുമ്പ് എങ്ങനെ മുടക്കാം എന്ന് നോക്കിയ സ്ഥാനത്ത് ഇന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്ന് പറയാൻ തുടങ്ങി. നേരത്തെ കണക്കെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞ നിയമസഭയിൽ മുൻപ് കുറേ ഒരു 10-15-20 വർഷങ്ങൾ അല്ലെങ്കിൽ 15 വർഷങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ ഒരു 10 വർഷങ്ങൾക്കപ്പുറം ഒരു സംരംഭം തുടങ്ങുന്നതിൽ 262 ദിവസം മെനക്കെട്ടാലാണ് ഒരു സംരംഭം തുടങ്ങുന്നത്. ഇന്ന് വെറും 3 മിനിറ്റ് കൊണ്ട്
എല്ലാ ക്ലിയറൻസും 262 ദിവസം കൊണ്ട് അവർ മടുത്ത് അതുറപ്പല്ലേ എന്ന്. പക്ഷേ ഇനിയും അത് പൂർണ്ണമായിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോഴും ഈ വഴിമുടക്കികൾ ഇപ്പോഴും ഉണ്ട്. മനോഭാവം മാറാത്ത ഒരു ചെറിയ ശതമാനം ഇപ്പോഴും എവിടെയെല്ലാം ഉണ്ട്. ഇപ്പം പ്രത്യേകിച്ച് ഒരു ഭയം ആണോ അവരെ, നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാവും, അവരുടെ കാര്യം മാത്രം ഉദ്യോഗസ്ഥർ നോക്കുന്ന മനസ്സില്ല. ഇങ്ങനെ ഇല്ലെങ്കിലും ജീവിച്ചു പോകാൻ കഴിയും എന്നുള്ളതാണ് ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച്. ഇപ്പോൾ വ്യക്തിപരമായിട്ട് എടുക്കുകയാണെങ്കിൽ നീ എന്ത് ഒരാൾക്ക് ചെയ്തു കൊടുക്കണമെന്ന് ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയാൽ ഞാൻ അത് ചെയ്യും. എന്നെ സഹായിക്കാൻ നിയമം ഉണ്ടെന്ന് എനിക്കൊരു ബോധ്യമുണ്ട്. പക്ഷേ പിഴവ് വരാൻ പാടില്ല. പ്രത്യേകിച്ച് സാമ്പത്തികമായ ക്രമക്കേട് അതിൽ വരാൻ പാടില്ല. ബാക്കി എന്ത് വന്നാലും ഈ സംസ്ഥാനത്ത് നമ്മളെ സംരക്ഷിക്കാൻ ഉണ്ട് എന്നുള്ള വിശ്വാസമാണ് 28 വർഷം കൊണ്ട് ഞാൻ ആർജിച്ചെടുത്തത്. അതുകൊണ്ട് ഒരു എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യണമെങ്കിൽ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ട് അതിലൊന്ന് പ്രവർത്തിക്കാൻ, അവരെ സഹായിക്കാൻ നിന്നാൽ മതി. ഒരു സിസ്റ്റവും നിങ്ങളെ ഇതില്ല. പക്ഷേ ഈ അടുത്ത കാലം എനിക്ക് വലിയ ദുഃഖമായി. എൻ്റെ ഒരു പരാതി പോലും പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 40 ലക്ഷം രൂപ കൊടുത്ത ഒരു IFC എന്ന് പറയുന്നൊരു ഇത്, അത് തുടക്കത്തിൽ അത് മുടക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ശ്രമം നടക്കുന്നത്. ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല, ഒരു വ്യക്തിപരമായി. അപ്പോൾ ഞാനത് അവസാനം അതിലിടപെട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അതവർക്ക് വലിയ പ്രശ്നങ്ങളായി. പബ്ലിക്കായിട്ട് പറഞ്ഞു എന്നുള്ള പ്രശ്നത്തിൽ എനിക്കെതിരെ സംസ്ഥാന ലെവലിൽ പരാതിയൊക്കെ പോയൊരു കാലഘട്ടമുണ്ട്. നോക്കൂ, 40 ലക്ഷം രൂപയുടെ ഒരു പ്രൊജക്റ്റ് നടപ്പിലാക്കാൻ അവിടെ കൊടുക്കും. അവരാവശ്യപ്പെട്ട് അവിടെ കൊടുക്കുമ്പോൾ അവർ പറയുന്നു എനിക്ക് മക്കളുണ്ട്, എനിക്ക് നാളെ പെൻഷൻ വാങ്ങണം. ഇതിൽ ഇങ്ങനെ കുറേ എന്താ പറയണ്ടേ വികസന മുടക്കികളായ കുറച്ച് ആളുകളും ഇവിടെ നമുക്കൊരു എന്താ പറയണ്ടേ ഒരു അപമാനമായിട്ട് നമുക്കുണ്ട് എന്നുള്ളതും ഉണ്ട്. പക്ഷേ അതിനൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. മാറിയേ പറ്റൂ. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണെന്നുള്ള ഒരു പരമയാഥാർത്ഥ്യം ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരും ഇവിടുത്തെ മറ്റ് സംവിധാനങ്ങളും പതിയെ മനസ്സിലാക്കി ഇതിനോട് യോജിച്ച് വരുന്നുണ്ട്. സംരംഭങ്ങളില്ലാത്തതൊന്നല്ല. എങ്ങനെയാണ് ഇപ്പോൾ ഈ 9 വർഷം കൊണ്ട് നമുക്ക് ഈ മാറ്റം ഉണ്ടാക്കാൻ കഴിയും? ഈ 9 വർഷത്തിന് അപ്പുറത്തുള്ള മനുഷ്യർ തന്നെയല്ലേ ഇപ്പോഴും ഉള്ളത്, അല്ലേ വലിയ. അപ്പം നമ്മൾ ഇപ്പോൾ ഇനിയിപ്പോൾ കുടുംബശ്രീ ശ്രദ്ധിക്കുന്നു പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ ഈ ജെൻസി അല്ലേ, ഇപ്പോൾ ചർച്ച ചെയ്യുന്ന അതാണ് ഡിജിറ്റൽ ഇൻ്റലിജൻറ്റ് ജെൻ ആൽഫ അല്ലേ. 1997 മുതൽ ഏതാണ്ട് 2013 കാലഘട്ടത്തിൽ ജനിച്ച കുട്ടികളെ അല്ലെ തലമുറയെ നമ്മൾ ജെൻസി എന്നും 2013 ശേഷം ഇങ്ങോട്ടുള്ള ആളുകളെയൊക്കെ ജെൻ ആൽഫ എന്നാണ്. അവരുടെ കാഴ്ചപ്പാടൊക്കെ വ്യത്യാസമാണ്. അവർക്ക് ജോലി എന്നുള്ളൊരു കാഴ്ചപ്പാടല്ല, അതിനപ്പുറം ജീവിതം എന്ന ജീവിക്കണം. അവരെന്ത് ചെയ്യും? അവർ ഒരേ സമയം മൾട്ടി ടാസ്കിങ് പേഴ്സണാലിറ്റീസാണ് അല്ലേ. ഒരേ സമയം അവർ മൊബൈൽ കാണും, അതേ സമയത്ത് അവിടെ TV കണ്ടാവും, അതേ സമയം അവരുടെ വർക്ക് അവർ ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മൾട്ടി ടാലൻറ്റഡ് മൾട്ടി ടാസ്കിങ് പേഴ്സണാലിറ്റീസാണ്. അപ്പോൾ കുടുംബശ്രീ ആയാലും സംവിധാനങ്ങളായാലും ഈ പുതിയ ആധുനിക തലമുറയോട് യോജിച്ച് പോരുന്ന രീതിയിലേക്കുള്ള നയം മാറ്റം ഇല്ലെങ്കിൽ നമ്മളെല്ലാം ഈ കാലഹരണപ്പെട്ടു പോകും അല്ലേ. അതല്ലേ ഇപ്പോൾ കേരളം എന്തുകൊണ്ട് ഇങ്ങനെ മാറി എന്ന് പറയുന്നത് ആധുനിക കാലഘട്ടത്തിൽ ജെൻസിയോടൊപ്പം അല്ലേ, നമ്മൾ പഴയതിൽ നിന്ന് മുറുകെ പിടിക്കുകയല്ല, ജെൻസിയോടൊപ്പം ജെൻ ആൽഫയോടൊപ്പം ചേർന്ന് പോകാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ ഒരുക്കി കൊടുക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്, നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. അത് കേരളം ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ മറ്റെല്ലായിടത്തു നിന്നും വ്യത്യസ്തമായി, നമ്മൾ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ല, ലോകത്തിലെ പലയിടത്തു നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് ഇന്നിപ്പോൾ കേരളം ആവശ്യപ്പെടുന്നതാണ്, അതാണ് കേരളം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു വിപത്ത് എന്ന് പറയുന്നത് ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട രാസലഹരിയുടെ ഒരു പിടിയിൽ നമ്മുടെ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന സമയം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരികയാണ്. നമ്മുടെ ആവശ്യക്കാരുണ്ട് എന്നതുകൊണ്ടാകുമല്ലോ ഇതൊരു പ്രധാന വിപണന സ്ഥലമായി മാറിയ ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം. കുടുംബശ്രീ ഒന്ന് രംഗത്തിറങ്ങിയാൽ തീർക്കാവുന്ന ഒരു പ്രശ്നമല്ലേ ഇത്? തീർച്ചയായിട്ടും. അതായത് ഇത് പല തരത്തിലുള്ള ഡയമെൻഷൻ വേണം അതിന്. നമ്മൾ ശിക്ഷകൾ കൊണ്ട് മാത്രമൊന്നും പറ്റില്ല. ജീവിതമാണ് ലഹരി എന്ന രീതിയിലേക്ക് നമുക്ക് പുതിയ തലമുറയെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയണം, ബോധം ഉണ്ടാക്കാൻ കഴിയണം. പിന്നെ ചേർത്ത് പഠിക്കലിൻ്റെ ആവശ്യമുണ്ട്. അതായത് ഇപ്പോൾ ഈ ആധുനിക ലോകത്ത് വന്നപ്പോൾ ഇപ്പോൾ നമുക്കൊക്കെ അറിയാമല്ലോ, നമ്മളെല്ലാം വീട്ടിൽ ചെന്നാൽ കാണാം മകനൊരു ഭാഗത്ത്, മകളൊരു ഭാഗത്ത്, അമ്മയൊരു ഭാഗത്ത്, അച്ഛനൊരു ഭാഗത്ത്, മുത്തച്ഛനൊരു ഭാഗത്ത്, ഇങ്ങനെ അവരെല്ലാം ഈ മൊബൈൽ എന്ന് പറയുന്ന സംവിധാനത്തിൽ അല്ലേ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഒന്ന് ചേർന്ന് നിൽക്കുന്നില്ല. ഇപ്പം വൈകുന്നേരങ്ങളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ചേർന്നൊന്നിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലേ ആ ഒരു ചേർത്ത് നിൽപ്പ് പലപ്പോഴും ഇത് അങ്ങനെയുള്ളത് നമുക്ക്
വലിയ ഇടപെടൽ ആവശ്യമുണ്ട്. ഓരോ കുടുംബത്തിലും എനിക്ക് തോന്നുന്നു കുടുംബശ്രീ അംഗം മാത്രങ്ങൾ വിചാരിച്ചാൽ ഇതിന് വലിയ അങ്ങ് പറഞ്ഞതുപോലെ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും. തീർച്ചയായിട്ടും കുടുംബശ്രീ ആ നിലയിൽ തന്നെ ആലോചിക്കുന്നുണ്ട്. ഒരു ജീവിതമാണ് ലഹരി എന്ന രീതിയിലേക്ക് ഈ ലഹരി വസ്തുക്കളിൽ നിന്ന് പുത്തൻ തലമുറയെ മോചിപ്പിച്ചെടുക്കാനുള്ള വലിയൊരു ശ്രമവും കൂടി. അത് ഞാൻ പറയില്ല, ഏറ്റവും എളുപ്പം എന്ന് പറയുന്ന മാർഗ്ഗം സ്നേഹം തന്നെയാണ്. അതിനപ്പുറം ഒരു ശിക്ഷ കൊണ്ടൊന്നും നമുക്കങ്ങനെ എല്ലാം ഒന്നും കീഴ്പ്പെടുത്താൻ കഴിയില്ല. തൽക്കാലത്തേക്കൊരു വിരാമം ഉണ്ടാകും, ശിക്ഷ വേണം, ആവശ്യമുണ്ട്. പക്ഷേ അതിനപ്പുറം ഇതിനൊക്കെ അപ്പുറത്തെ ഒരു ചേർത്ത് പിടിക്കൽ, ഒരു സ്നേഹത്തോടെയുള്ള ചേർത്ത് പിടിക്കൽ ഉണ്ട്, കരുതലുണ്ട്. അതുപോലെ തന്നെ ഈ ആധുനിക അല്ലെങ്കിൽ ഈ എന്താ പറയുക ന്യൂക്ലിയർ ഫാമിലി വന്നപ്പോഴേക്കും പണ്ടൊക്കെ നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ സംവിധാനത്തിലുള്ളപ്പം ഈ സമൂഹത്തിൻ്റെ കണ്ണ് വരെയും ഓരോ കുട്ടിയിലുണ്ടായിരുന്നു. സമൂഹത്തിൻ്റെ സ്വത്താണ് ഈ കുട്ടികൾ എന്നുള്ളതായിരുന്നു അല്ലേ. പക്ഷെ പിന്നീട് വന്ന് നമ്മുടെ സ്വാർത്ഥതയുടെ ന്യൂക്ലിയർ ഫാമിലികൾ വന്നു, സ്വാർത്ഥത വന്നു. അപ്പോൾ എന്താണ്, ആർക്കും ഒരു അധികാരവും അവകാശങ്ങളും നമ്മുടെ ഒരു കുട്ടിയില്ല. കുട്ടികളെല്ലാം സ്വകാര്യ സ്വത്തുക്കളായി മാറി. നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുട്ടികളെല്ലാം പൊതു സ്വത്തുക്കളായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് ഇതിനെയൊക്കെ നന്നായി പ്രതിരോധിക്കാൻ കഴിയും. കാരണം അവനൊരു ബോധമുണ്ട്, എന്നെ അവിടെ ആൾ ചേട്ടൻ നോക്കും, ആ സഹോദരൻ നോക്കും, അദ്ദേഹം നോക്കും അല്ലേ, ഇവരെല്ലാം എൻ്റെ നേരെ കണ്ണോടിക്കും, അവർക്ക് ഒരു കരുതലുണ്ട് എന്നിൽ എന്ന് ഒരു ബോധം അവനുള്ളപ്പോൾ അവൻ തെറ്റുകൾ പരസ്യമായി ചെയ്യാൻ അവൻ അല്പം ഭയമുണ്ടാവും. ഇതങ്ങനെയല്ല, ഞാൻ എൻ്റെ കാര്യം, എൻ്റെ അച്ഛനും അമ്മയും അത് എന്നുള്ള ഒരു വിഷയമുണ്ട്. അപ്പം തീർച്ചയായിട്ടും കുടുംബശ്രീ ആ കാര്യത്തിലും കൂടി ഒരു സാമൂഹിക ചേർക്കലോ ചേർത്ത് പിടിക്കലോ സ്നേഹം കൊടുത്തുകൊണ്ടോ ബോധവൽക്കരണം കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഇടപെടൽ കൊണ്ടോ തീർച്ചയായിട്ടും നമുക്കതൊരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയണം. അത്തരത്തിലേക്കും തീർച്ചയായിട്ടും കുടുംബശ്രീ എന്തായാലും കുടുംബശ്രീയുമായി നമ്മുടെ കേരള വിഷൻ കൈകോർക്കുകയാണ്. എല്ലാ ജില്ലകളിലും മൈക്രോ സംരംഭങ്ങളെ മികച്ച 10 മൈക്രോ സംരംഭങ്ങളെ കണ്ടെത്തി അവർക്ക് പുരസ്കാരങ്ങളൊക്കെ നൽകി ഈ കുടുംബശ്രീ എന്താണ് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി തന്നെ പഠിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ ബൃഹത്ത എല്ലാ ജില്ലകളിലും അവർ സഞ്ചരിച്ച് കുടുംബശ്രീയുമായി സംസാരിച്ച് കുടുംബശ്രീയുമായി ചേർന്ന് കൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വലിയ പ്രോത്സാഹനങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു സ്വകാര്യ അല്ലെങ്കിൽ അത്തരം സംരംഭങ്ങളിൽ നിന്ന് ഒരു പക്ഷേ അവർക്ക് അത്തരത്തിലുള്ള ഒരു ചേർത്ത് പിടിക്കൽ കിട്ടിയിട്ടില്ലേ എന്നൊരു സംശയം. അപ്പോൾ നമ്മൾ കേരള വിഷൻ്റെ ഈ പുരസ്കാരം നൽകുന്ന ആളുകളോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ കേരളത്തെ ഇങ്ങനെ മാറ്റിയത് കുടുംബശ്രീയാണ്, അവരെ ഞങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ടേയിരിക്കും എന്നവർ പറയുന്നുണ്ട്. ആ ഒരു സംരംഭത്തെ, കേരള വിഷൻ്റെ ആ ഒരു സംരംഭത്തെ എങ്ങനെയാണ് കുടുംബശ്രീ? തീർച്ചയായിട്ടും മാതൃകാപരമാണ്. ഇതൊക്കെ ആവശ്യമാണ്. ഒരു രംഗത്ത് പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും അതൊരു വലിയ പ്രചോദനമാകുന്നതാണ് ഇങ്ങനെ ഒരു ആദരം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു തൊട്ട് മുമ്പ് മാതൃഭൂമി അത് തുടക്കം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ണൂർ വിഷൻ അതിന് തുടക്കം കുറിക്കുന്നു, കേരള വിഷൻ അതിന് തുടക്കം കുറിക്കുന്നു. അത് ഏറെ മാതൃകാപരവും പ്രചോദനപരവുമാണ്. അത് വലിയ മുന്നേറ്റം നമ്മുടെ സംരംഭകരിലടയ്ക്കും കുടുംബശ്രീ പ്രവർത്തകരിലടയ്ക്കും വലിയ ആവേശം നിറയ്ക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത് ആവശ്യമാണ്, ഇത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. നമ്മളെല്ലാവരും ചേർന്ന് നിൽക്കുമ്പോഴല്ലേ ഒരു നാടിന് വികസനവും നന്മയും ഉണ്ടാകുന്നത്. അത് നമ്മൾ കേരളത്തിൽ നമുക്കറിയാം, ഈ കേരളത്തിൻ്റെ ഓരോ വികസനത്തിലും ഒരുപക്ഷെ ഞാൻ എൻ്റെ സർവീസ് ജീവിതത്തിൽ ക്ഷീരമേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾ നേട്ടങ്ങളുണ്ടാക്കിയത് മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടിയാണ്. നല്ലൊരു മാതൃക നമ്മളെവിടെയെങ്കിലും ഒന്ന് സൃഷ്ടിക്കും. ഞാൻ പത്തനംതിട്ടയിൽ ജോലി ചെയ്യുമ്പോൾ, കാഞ്ഞിരപ്പള്ളിയിൽ ജോലി ചെയ്യുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച മനോരമയുടെ ഒരു ലേഖകനുണ്ടായിരുന്നു. ഞാനൊരു മാതൃക സൃഷ്ടിച്ചാൽ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഒരു സ്കൂപ്പ് ഇട്ട് കൊടുക്കും. അത് വലിയ സ്കൂപ്പാണ്. അവിടെ ശൂന്യതയിൽ നിന്ന് വലിയ അത്ഭുതങ്ങൾ അവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. അതെല്ലാം ഈ പത്രങ്ങളിൽ വന്ന വാർത്ത വായിക്കുമ്പോൾ ആവേശഭരിതരായി വരികയും അത് വരുന്ന ആളുകൾക്ക് ആവശ്യമായ ബോധവൽക്കരണം, ശാസ്ത്രീയ പരിശീലന സംവിധാനങ്ങൾ കൊടുക്കുമ്പോൾ അവർ നല്ല നിലയിലേക്ക് ആ സംരംഭകരായി മാറുന്നു എന്നുള്ളത്. അതുവരെ അവരെല്ലാം വെറുതെ ഇരുന്ന ആളുകളാണ്. അപ്പോൾ മാധ്യമങ്ങൾ നമ്മുടെ ഇവിടുത്തെ സാമൂഹിക വികസനത്തിൽ, സാമ്പത്തിക വികസനത്തിൽ, സാംസ്കാരിക വികസനത്തിൽ അത് നിർണായകമായ റോള് വഹിക്കാൻ കഴിയുന്ന ഏജൻസി എന്ന് പറയുന്നത് മാധ്യമങ്ങൾ തന്നെയാണ്. അത് ദൃശ്യമാധ്യമങ്ങളായാലും പ്രിൻ്റ് മാധ്യമങ്ങളായാലും മറ്റു മാധ്യമങ്ങൾക്കൊക്കെ വലിയ ഈ കേരളത്തിൽ ഇന്നോളം ഉണ്ടായ വികസനത്തിൽ വലിയ ഒരു അവകാശം മാധ്യമങ്ങൾക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്.
അവരുടെ ആ കാലഘട്ടത്തിൽ എത്രയെല്ലാം പോരാട്ടങ്ങൾ നടത്തിയ ഓരോ കാലഘട്ടത്തിലും നമുക്കറിയാലോ. മാധ്യമങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ എത്ര ഇന്നത്തെ പോലെ ഈ പട്ടുമത്തിയൊന്നും ആയിരുന്നില്ലല്ലോ. മാധ്യമങ്ങളുടെ ഈ കടന്നു വരുന്ന വഴികളെന്ന് പറഞ്ഞാൽ പ്രയാസം നിറഞ്ഞ, അപ്പോഴും സാമൂഹിക മുന്നേറ്റം അല്ലേ, സാമൂഹിക നന്മ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ് മാധ്യമങ്ങൾ. അത് ലോകത്തിന് മാതൃക തന്നെയാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തനങ്ങളെന്ന്. എന്തൊക്കെ തന്നെ ആക്ഷേപങ്ങളോ എന്തൊക്കെ തന്നെ പറയുമ്പോഴും ഒരു പൊതു കാര്യം വരുമ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ പിന്നെ നൽകുന്ന പിന്തുണ എന്ന് പറയുന്നത് അത് വിലമതിക്കാനാവാത്തതാണ്. അപ്പോൾ കേരള വിഷൻ്റെ ഈ ഉദ്യമത്തെ കുടുംബശ്രീ മിഷൻ ഏറ്റവും അഭിമാനപൂർവ്വം അതിനെ വളരെ ആവേശപൂർവ്വം അതിനെ കാണുകയാണ്. ഏറെ മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും കേരള വിഷന് കഴിയട്ടെ. കുടുംബശ്രീ പ്രസ്ഥാനം നമുക്ക് ഒന്നിച്ചേർന്ന് പോകാം, ഒന്നിച്ചൊന്നായി മുന്നേറാം. ഞങ്ങളുടെ മുദ്രാവാക്യം അതാ, ഒന്നായി മുന്നേറാം, ഒന്നിച്ചൊന്നായി മുന്നേറാം എന്നുള്ളതാണ് കുടുംബശ്രീയുടെ ഇത്. അപ്പോൾ ഒന്നായിട്ട് പോകണം അല്ലേ, ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി. അത് തന്നെയാണ് ഞങ്ങളുടെ. എന്തായാലും ഒക്ടോബർ 4-ന് നായനാർ അക്കാദമിയിലാണ് ഈ പുരസ്കാര ചടങ്ങ് നടക്കുക. അപ്പോൾ എല്ലാവരും കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീയെ സ്നേഹിക്കുന്ന കുടുംബങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യും. തീർച്ചയായിട്ടും ഞങ്ങളും ഉണ്ടാവും. നമുക്ക് ഒന്നിച്ച് മുന്നേറാം. ഒരിക്കൽ കൂടി എല്ലാ ഭാവുകങ്ങളും ഈ അവാർഡ് ദാന ചടങ്ങിനും അതുപോലെ തന്നെ ഈ അവാർഡിൻ്റെ പ്രവർത്തനങ്ങൾക്കും അതിലുപരി കേരള വിഷന് നല്ല ഒരു മുന്നേറ്റം, നല്ല സംശുദ്ധമായ നന്മയോടെയുള്ള ഒരു മുന്നേറ്റം ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം കുടുംബശ്രീ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ആശംസിക്കുകയാണ്. എന്തായാലും ഒന്നിച്ചൊന്നായി നമുക്ക് മുന്നേറാം. കുടുംബശ്രീയുമായി ചേർന്ന് തന്നെ നമുക്ക് മുന്നേറാം. കാരണം കുടുംബശ്രീ എന്നത് വെറുമൊരു പേരല്ല, അത് ഈ നാടിൻ്റെ, കേരളത്തിൻ്റെ പ്രതീകമാണ്. ലോകത്തിനു മുന്നിൽ നമ്മൾ അടയാളപ്പെടുത്തിയ വലിയ ഒരു ചിഹ്നമാണ്. കുടുംബശ്രീയുമായി ചേർന്ന് നമ്മൾ എന്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നതിൻ്റെ കൃത്യമായ ഉത്തരമാണ് കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ കോർഡിനേറ്ററായ MV ജയൻ വിശദീകരിച്ചത്. കുടുംബശ്രീ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് അദ്ദേഹം വിശദീകരിച്ചു. നിരവധി മൈക്രോ സംരംഭങ്ങൾ കണ്ണൂരിലുണ്ട്, കേരളത്തിലുണ്ട്. അതുവഴി നിരവധി കുടുംബങ്ങളാണ് ഇന്ന് സാമ്പത്തികമായും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുവഴി സമൂഹത്തിനാകെ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. കഴിഞ്ഞ 25 വർഷത്തിന് മുമ്പത്തെ കേരളവും അതിനുശേഷമുള്ള കേരളവും പരിശോധിച്ചാൽ തന്നെ കുടുംബശ്രീ വഹിച്ച പങ്ക് എത്രത്തോളം വലുതാണ് എന്ന് വ്യക്തമാകും. നമ്മൾ ഓരോ ആളുകളും ചേർത്ത് നിർത്തേണ്ട പ്രസ്ഥാനമാണ് കുടുംബശ്രീ. സ്ത്രീകളുടെ മാത്രം ഒരു പ്രസ്ഥാനമായി അതിനെ കാണാൻ കഴിയില്ല. ഓരോ കുടുംബത്തിൻ്റെയും പ്രസ്ഥാനമാണ് കുടുംബശ്രീ. അവരുണ്ടാക്കുന്ന ഓരോ ഉൽപ്പന്നങ്ങളും വിശ്വാസ്യതയുടെ, ഗുണമേന്മയുടെ, മായം ചേർക്കാത്ത ഉൽപ്പന്നങ്ങളാണ് നമുക്ക് അവർ തരുന്നത്. ആ ഉൽപ്പന്നങ്ങൾ, കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ എന്നത് കേരളത്തിൻ്റെ ഒരു അടയാളപ്പെടുത്തലായി കണ്ടുകൊണ്ട് നമ്മൾ അത് വാങ്ങാനും അവരെ സഹായിക്കാനുമുള്ള ഒരു മനസ്സുകൂടി നമുക്ക് ഉണ്ടാകണം. എല്ലാ മേഖലയിലും കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ തന്നെ നമ്മൾ ചോദിച്ചു വാങ്ങി അവരെ പ്രോത്സാഹിപ്പിക്കുക. നമ്മൾ അങ്ങനെ വാങ്ങുമ്പോൾ അതിനോടൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനൊപ്പം കേരളം നിൽക്കട്ടെ, കണ്ണൂർ നിൽക്കട്ടെ. ഈ കുടുംബശ്രീ പ്രസ്ഥാനം ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അതിനൊക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ട് കണ്ണൂരിൽ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറയുന്നത് പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത്തരം ആത്മാർത്ഥമായി ആ പ്രസ്ഥാനത്തിനൊപ്പം നീങ്ങുന്ന ഉദ്യോഗസ്ഥരാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത്. എല്ലാ ഭാവുകങ്ങളും കുടുംബശ്രീക്കും അതോടൊപ്പം തന്നെ അതിൻ്റെ കണ്ണൂർ ജില്ലയിലെ നായകനായ MV ജയനും നേരുകയാണ്. ഒക്ടോബർ 4-ന് കേരള വിഷൻ ഈ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന മൈക്രോ സംരംഭങ്ങൾക്ക്, മികച്ച 10 മൈക്രോ സംരംഭങ്ങൾക്ക് ക്യാഷ് അവാർഡും പുരസ്കാരങ്ങളും ഒക്കെ നൽകുന്നുണ്ട്. ആ ചടങ്ങിലേക്കും എല്ലാവരെയും, കുടുംബശ്രീയെ സ്നേഹിക്കുന്ന കുടുംബശ്രീ അംഗങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം.